വടക്ക് നേപ്പാൾ, കിഴക്ക് ബംഗാൾ, പടിഞ്ഞാറ് ഉത്തർപ്രദേശ്, തെക്ക് ജാർഖണ്ഡ് എന്നിവ അതിർത്തിയായുള്ള സംസ്ഥാനമാണ് ബീഹാർ. ഏതാണ്ട് 1,00,000 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയിൽ 13 കോടിയിൽ പരം ജനങ്ങൾ അധിവസിക്കുന്ന കിഴക്കൻ ഇന്ത്യയിലെ ഈ സംസ്ഥാനം ജനസാന്ദ്രതയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. പേരെ നിയമസഭയിലേക്കും 40 പേരെ ലോക്സഭയിലേക്കും തെരഞ്ഞെടുത്തയക്കുന്ന ബീഹാർ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ഹിന്ദി ഹൃദയഭൂമി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ബെൽറ്റിലെ ഒരു കാരണവശാലും അവഗണിക്കാനാവാത്ത സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിലും ബീഹാറിനുള്ളത് അവിസ്മരണീയമായ സ്ഥാനമാണ്. ബുദ്ധന്റെ വിഹാരഭൂമി, അശോക ചക്രവർത്തിയുടെ സാമ്രാജ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കുരുക്ഷേത്ര ഭൂമി. ബീഹാറിലെ സമൂസയേക്കാൾ ചൂടുള്ളതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടുത്തെ രാഷ്ട്രീയമാണ്. ചമ്പാരൻ സത്യാഗ്രഹം മുതൽ അടിയന്തരാവസ്ഥ വരെ, റാം മന്ദിർ പ്രക്ഷോഭങ്ങൾ മുതൽ മണ്ഡൽ കമണ്ഡൽ രാഷ്ട്രീയം വരെ ബീഹാറിന്റെ മണ്ണിൽ ഇന്നോളം നടന്നിട്ടുള്ള ഉദ്വേഗജനകമായ സംഭവ വികാസങ്ങളുടെ കഥ. ലോക്നായക് JP മുതൽ കർപ്പൂരി ഠാക്കൂർ വരെ, ലാലു പ്രസാദ് യാദവ് മുതൽ നിതീഷ് കുമാർ വരെ ബീഹാർ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യന്മാർ അധികാരത്തിലേറിയും അല്ലാതെയും നടത്തിയിട്ടുള്ള രാഷ്ട്രീയ തിരനാടകങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ബീഹാർ എന്ന് ഇന്ന് നാം വിളിക്കുന്ന പ്രദേശത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന് നിയോലിത്തിക് കാലത്തോളം പഴക്കമുണ്ട്. സാരൻ ജില്ലയിലെ ചിരാന്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രധാന പര്യവേക്ഷണ തടങ്ങളിലൊന്നാണ്. അവിടെ നിന്ന് BC 2500 വരെ പഴക്കമുള്ള പുരാവസ്തുക്കൾ ഉത്ഖനനത്തിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. രാമായണത്തിലെ ജനകന്റെ രാജ്യമായിരുന്ന മിഥില ബീഹാറിലാണ്. ജനകപുത്രി ജാനകി എന്ന സീതയുടെ ജനനം മിഥില പ്രവിശ്യയിലെ സീതാമഢി ജില്ലയിലാണ് എന്ന് കരുതപ്പെടുന്നു. ഇന്നത്തെ ബീഹാറിനെ കുറുകെ മുറിച്ച് കടന്നു പോകുന്ന ഗംഗയുടെ വടക്കാണ് മിഥില എന്നാണ് പുരാണം. ഗംഗയുടെ തെക്കുള്ള മഗധ മഹാജനപദത്തിന്റെ തലസ്ഥാനമായ പാടലിപുത്രം ഇന്നത്തെ പട്ന തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ട് BC 4ഉം 3ഉം നൂറ്റാണ്ടുകളിൽ ശിശുനാഗ നന്ദ ഡൈനാസ്റ്റികൾ വന്നുപോയി. BC 322 ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യന്റെ സഹായത്തോടെ നന്ദ ഡൈനാസ്റ്റിയെ സ്ഥാനഭ്രഷ്ടമാക്കി മൗര്യ സാമ്രാജ്യത്തിന് തുടക്കമിട്ടു. അത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. ഇതേ മൗര്യ സാമ്രാജ്യത്തിൽ ചന്ദ്രഗുപ്തനും ബിന്ദുസാരനും ശേഷം അധികാരത്തിലേറുന്നത് അശോക ചക്രവർത്തിയാണ്. പാടലിപുത്രത്തിൽ BC 304 അശോകൻ ജനിക്കുന്നത്. BC 261 നടന്ന കലിംഗ യുദ്ധത്തിന് ശേഷം ചക്രവർത്തിക്ക് മാനസാന്തരം ഉണ്ടാവുകയും അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് ജ്ഞാനസ്നാനം ചെയ്യുകയും ചെയ്തു. അശോക ചക്രവർത്തിയുടെ ഭരണകാലത്ത് മഗധയുടെ സ്വാധീനം ഇന്ത്യ മുഴുക്കെ പരക്കുന്നു. ബുദ്ധിസം ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് പ്രചരിച്ചതും ഇദ്ദേഹത്തിന്റെ ഉത്സാഹത്തിൽ തന്നെയാണ്. അശോകന്റെ കാലശേഷം ശുംഗ, കുഷാന, ഗുപ്ത തുടങ്ങി പല സാമ്രാജ്യങ്ങളും മാറി മാറി ഈ പ്രദേശത്തിനുമേൽ സ്വാധീനം ചെലുത്തി. വരും നൂറ്റാണ്ടുകളിൽ നളന്ദയും വിക്രമശിലയും പോലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലകളിലൂടെ ഈ പ്രദേശം ഉപഭൂഖണ്ഡത്തിലെ വിദ്യാഭ്യാസത്തിന്റെ വിളനിലമായിട്ട് മാറി. 16-ാം നൂറ്റാണ്ടിൽ ബാബർ ചക്രവർത്തി ദില്ലി സൽത്തനത്ത് കീഴടക്കിയപ്പോൾ ബീഹാറും മുഗൾ ഭരണത്തിന് കീഴിലാകുന്നു. മുഗളരുടെ ഭരണത്തിന് കീഴിലാണ് ബീഹാറിന് ആദ്യമായിട്ട് ഒരു പ്രൊവിൻഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്നത്. ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാന യുദ്ധങ്ങളിലൊന്നായ ബക്സർ യുദ്ധത്തെപ്പറ്റി നിങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവും. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഒരു വശത്തും ബംഗാൾ നവാബായിട്ടുള്ള മീർ കാസിം, അവധിലെ നവാബായിട്ടുള്ള ഷൂജ ഉദ് ദൗള, മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ എന്നിവരുടെ സൈന്യങ്ങൾ മറുവശത്തുമായിട്ട് പോരാടിയ യുദ്ധമാണ് 1764 ഒക്ടോബർ 22, 23 തീയതികളിൽ നടന്ന ബക്സർ യുദ്ധം. യുദ്ധത്തിൽ ജയിക്കുന്ന കമ്പനിപ്പട യുദ്ധാനന്തരം ബംഗാൾ പ്രൊവിൻസിന് കീഴിലാക്കി ബീഹാറിനെ ഭരിക്കുന്നു. 1912 ബീഹാർ, ഒറീസ പ്രവിശ്യകളെ ബ്രിട്ടീഷ് ഭരണകൂടം ബംഗാൾ പ്രൊവിൻസിൽ നിന്ന് വേർപെടുത്തിയപ്പോൾ ആ പുതിയ പ്രൊവിൻസിന്റെ തലസ്ഥാനമായി ബ്രിട്ടീഷുകാർ തിരഞ്ഞെടുക്കുന്നത് പട്നയെയാണ്. അന്നത്തെ ധാന്യപ്പുരകൾ, കോട്ടകൊത്തളങ്ങൾ, പട്ന ഹൈക്കോർട്ട്, സെക്രട്ടേറിയറ്റ് തുടങ്ങിയ കൊളോണിയൽ ബ്രിട്ടീഷ് ആർക്കിടെക്ചറിന്റെ തിരുശേഷിപ്പുകൾ പലതും കാലത്തെ അതിജീവിച്ച നിലയിൽ പട്നയിൽ ഇന്നും നമുക്ക് കാണാനാകും. പിന്നീട് 1936 ബീഹാറും ഒറീസയും വെവ്വേറെ പ്രവിശ്യകളായിട്ട് മാറുകയും 1950 സ്വാതന്ത്ര്യത്തിന് ശേഷം ബീഹാറിന് സംസ്ഥാന പദവി ലഭിക്കുകയും ചെയ്തു. ഭൂമിശാസ്ത്രപരമായിട്ട് അടുത്ത പിളർപ്പ് ബീഹാറിൽ നടക്കുന്നത് പിന്നീട് 2000-ലാണ്. സംസ്ഥാനത്തിന്റെ ധാതുഖനിയായിട്ടുള്ള തെക്കൻ പ്രദേശം ജാർഖണ്ഡ് എന്ന പേരിൽ പുതിയൊരു സംസ്ഥാനമായിട്ട് മാറുകയായിരുന്നു. ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 3-ാമതാണ് ബീഹാർ. 2023 ജാതി സർവേ പ്രകാരം ഇവിടുത്തെ ജനങ്ങളിൽ ഏതാണ്ട് 81.99% ഹിന്ദുക്കളാണ്. 17.7% വരുന്ന മുസ്ലിങ്ങളും നിർണായകമായ രാഷ്ട്രീയ ശക്തി തന്നെയാണ്. ജാതി മത വേർതിരിവുകൾക്ക് പകരം സോഷ്യൽ ഗ്രൂപ്പുകളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ സർവേയിലെ കണക്കുകൾ പ്രകാരം ബീഹാറിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഗ്രൂപ്പ് EBC അഥവാ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് ആണ്.
13 കോടി വരുന്ന ബീഹാറിലെ മൊത്തം ജനസംഖ്യയിൽ 4.7 കോടി മനുഷ്യരും ഉൾപ്പെടുന്ന ഈ ക്ലാസ് ആണ് ജനസംഖ്യയുടെ 36%. OBC 27.13%, SC 19.65%, സംവരണമില്ലാത്ത ജനറൽ കാറ്റഗറി 15.52%, SC 1.68% എന്നിങ്ങനെയാണ് ബീഹാറിൻ്റെ ഡെമോഗ്രാഫിക് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ജാതി സബ് ഗ്രൂപ്പുകളെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗ്രൂപ്പ് OBC വിഭാഗത്തിൽപ്പെടുന്ന യാദവാണ്. 1.86 കോടി വരുന്ന യാദവ് വിഭാഗക്കാർ മൊത്തം ജനസംഖ്യയുടെ 14%-ലധികം വരും. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടുന്ന കുർമി വിഭാഗക്കാർ 2.87%. കുഷ്വാഹകൾ 4.21%. ബ്രാഹ്മണരും രജപുത്തുകളും ഭൂമിഹാറും കായസ്ഥകളും ഉൾപ്പെടുന്ന അപ്പർ ക്ലാസ് മൊത്തത്തിൽ 10.6% എന്നിങ്ങനെയാണ് മറ്റ് ജാതികളുടെ സ്ട്രെങ്ത്. ബീഹാറിലെ ഡോമിനന്റ് കാസ്റ്റ് പോപ്പുലേഷന്റെ 2.9% വരുന്നത് ഭൂമിഹാറുകളാണ്. ഭൂമിഹാർ എന്ന വാക്കിൽ തന്നെയുണ്ട് ഭൂമി. ഹരാന എന്ന് വെച്ചാൽ ഉഴുതുമറിക്കുക. കൊളോണിയൽ ബ്രിട്ടീഷ് കാലത്തെ ജമീന്ദാർമാർ അഥവാ ഭൂസ്വാമിമാരായിരുന്നു ഈ ഭൂമിഹാറുകൾ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ബീഹാറിലും ഭൂപരിഷ്കരണ നിയമം വന്നുവെങ്കിലും അത് നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി അന്ന് ബീഹാറിലെ കോൺഗ്രസ് സർക്കാരുകൾക്ക് ഉണ്ടാകുന്നില്ല. ഓൾ ഇന്ത്യ ബാക്ക്വേർഡ്സ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ അഥവാ ബാംസെഫ് നടത്തിയ ഒരു പഠനം പ്രകാരം ബീഹാറിലെ ഉപയോഗയോഗ്യമായിട്ടുള്ള ഭൂമിയുടെ 39% ഇന്നും കൈവശം വയ്ക്കുന്നത് അവിടുത്തെ ജനസംഖ്യയുടെ 2.9% മാത്രം വരുന്ന ഭൂമിഹാറുകളാണ്. പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ട ഭൂമി ഏറ്റെടുക്കാനാവാത്ത അവസ്ഥയാണ് ബീഹാറിലെ സാമ്പത്തിക ദുരവസ്ഥയ്ക്ക് പണ്ട് മുതൽക്കേയുള്ള കാരണം. സമൂഹത്തിൽ സ്വാധീന ശക്തിയുള്ള മേൽജാതിക്കാർ എന്ന നിലയ്ക്ക് ഭൂമിഹാറുകൾ എന്നും ബീഹാറിലെ ഭൂവിനിയോഗം അവരുടെ കൈപ്പിടിയിൽ തന്നെ വെച്ചു. അതിലൂടെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു. നാട് ഭരിക്കുന്നത് ഏത് ഗവൺമെൻറ് ആയാലും നാട്ടിലെ രാഷ്ട്രീയത്തെയും ഈ ഭൂമിഹാറുകൾ കാണാച്ചരടുകൾ കൊണ്ട് നിയന്ത്രിച്ചു നിർത്തി. ബീഹാറിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ എല്ലാ സമവാക്യങ്ങളെയും നിയന്ത്രിക്കുന്ന ജാതി റിയാലിറ്റിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് കൂടുതൽ ധാരണ കിട്ടാൻ വേണ്ടിയാണ് ഈ കണക്കുകൾ ഇവിടെ പറഞ്ഞത്. ഇനി ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ബീഹാർ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്ന് ചമ്പാരനാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സകല വിഭവങ്ങളും കൊള്ളയടിച്ച് കൊണ്ടുപോയി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പകൽ കൊള്ളയുടെ ഏറ്റവും വികൃതമായിട്ടുള്ള രൂപം അരങ്ങേറുന്നത് ബീഹാറിലാണ്. അന്ന് ബ്രിട്ടീഷുകാർ നെയ്ത്തിൽ കാര്യമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കാലമാണ്. അവർക്ക് അവരുടെ മില്ലുകളുടെ ഉപയോഗത്തിന് ഇൻഡിഗോ അഥവാ നീലം ധാരാളമായിട്ട് വേണമായിരുന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന ഗ്രാമത്തിൽ ഈ നീലം കൃഷിയുടെ പേരിൽ ബ്രിട്ടീഷുകാർ തദ്ദേശീയരോട് നടത്തിയിരുന്ന ചൂഷണങ്ങൾ അതിൻ്റെ പരകോടിയിലെത്തി നിന്നിരുന്ന കാലമാണ്. 1917 മഹാത്മാഗാന്ധി ഇവിടുത്തെ കർഷകരെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനിറങ്ങി. ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച് വിജയിച്ച തൻ്റെ സത്യാഗ്രഹമടക്കമുള്ള സമരമുറകൾ മഹാത്മജി ഇന്ത്യൻ മണ്ണിൽ ആദ്യമായിട്ട് പയറ്റുന്നത് ചമ്പാരനിലാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ഗാന്ധിജിക്ക് ചമ്പാരൻ എവിടെയാണെന്നോ അവിടെ എന്ത് നടക്കുന്നുവെന്നോ ഒരു പിടിയുമുണ്ടായിരുന്നില്ല. അവിടുത്തെ നീലം കർഷകരുടെ പ്രതിനിധിയായി 1916 ലക്നൗ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്കുമാർ ശുക്ല എന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവ് സമ്മേളനത്തിനിടയിൽ ഗാന്ധിജിയുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ മാത്രമാണ് അദ്ദേഹം ചമ്പാരനിലെ തൊഴിലാളികളുടെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലും. ഏറെ താമസിയാതെ തൻ്റെ യാത്രക്കിടയ്ക്ക് കൽക്കത്ത വഴി ഗാന്ധിജി ചമ്പാരനിലേക്ക് എത്തിച്ചേർന്നതും പിന്നീട് അവിടെ ചമ്പാരൻ സത്യാഗ്രഹം അരങ്ങേറിയതുമൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമാണ്. 1937 ഇന്ത്യൻ പ്രൊവിൻഷ്യൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബീഹാറിൽ ആദ്യമായിട്ട് കാസ്റ്റ് പൊളിറ്റിക്സ് ക്ലച്ച് പിടിച്ചു. ഒരു വശത്ത് ശ്രീബാബു എന്നറിയപ്പെട്ടിരുന്ന ശ്രീകൃഷ്ണ സിൻഹ നയിക്കുന്ന ഭൂമിഹാറുകൾ എന്ന ഭൂവുടമകളായിട്ടുള്ള കർഷകർ, മറുവശത്ത് അനുഗ്രഹ് നാരായൺ സിൻഹ നയിച്ചിരുന്ന രാജ്പൂത്തുകൾ. ഇതിൽ രാജ്പൂത്തുകൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതോടെ ഭൂമിഹാർ പക്ഷത്തിന് അധികാര കസേരയിലേക്ക് വാക്ക് ഓവർ ലഭിക്കുന്നു. അതോടെ ശ്രീബാബു ബീഹാർ പ്രൊവിൻഷ്യൽ സ്റ്റേറ്റിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി. 1939 ഇന്ത്യൻ സൈന്യത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയച്ചതിനോടുള്ള പ്രതിഷേധത്തിൽ രാജ്യത്തെ കോൺഗ്രസ് ഭരിക്കുന്ന പ്രൊവിൻഷ്യൽ മന്ത്രിസഭകൾ എൻ ബ്ലോക്ക് ആയിട്ട് രാജിവെച്ച കൂട്ടത്തിൽ ശ്രീബാബുവും രാജിവെക്കുന്നു. ഇന്ത്യയിൽ ഒരു പ്രൊവിൻഷ്യൽ ഇലക്ഷൻ വീണ്ടും നടക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തലേവർഷം 1946 ആ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വീണ്ടും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്നു. വീണ്ടും ശ്രീബാബു തന്നെ ബീഹാർ CM ആകുന്നു. ആ പദവിയിൽ അദ്ദേഹം 1952 പിന്നീട് ആദ്യത്തെ ബീഹാർ അസംബ്ലി ഇലക്ഷൻ നടക്കും വരെയും തുടർന്നു പോകുന്നു. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബീഹാറിന് സന്തോഷിക്കാൻ മറ്റൊരു കാരണം കൂടി കിട്ടുന്നുണ്ട്. ബീഹാറിന്റെ മണ്ണിൽ ജനിച്ച ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു.
1952 ബീഹാറിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ആദ്യത്തെ ഔപചാരിക തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ 18ഓളം പാർട്ടികളും 618 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട്. ഫലം വന്നപ്പോൾ 330 അംഗ നിയമസഭയിൽ 239 സീറ്റുകളും കോൺഗ്രസ് നേടുന്നു. അന്നത്തെ ബീഹാറിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളായിരുന്ന റാം മനോഹർ ലോഹിയും ജയപ്രകാശ് നാരായണനും ജനങ്ങൾക്കിടയിൽ വളരെ പോപ്പുലർ ആയിരുന്നു. എന്നാൽ അവർ രണ്ടുപേരും വെവ്വേറെ കാരണങ്ങൾ കൊണ്ട് സ്റ്റേറ്റിനെ നയിക്കാൻ അന്ന് അവൈലബിൾ ആയിരുന്നില്ല. ലോഹിയുടെ നിലപാടുകളിലെ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം തുടക്കം മുതൽ വളരെ പ്രകടമായിരുന്നു. 48-ൽ ലോഹി അടക്കമുള്ള സോഷ്യലിസ്റ്റുകൾ ഒറ്റക്കെട്ടായി കോൺഗ്രസ് പാർട്ടി വിടുന്നു. ആദ്യം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്ന ലോഹിയ പിന്നീട് അവിടുന്ന് രാജിവെച്ചിറങ്ങി സ്വന്തമായിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ആരംഭിച്ച് അതിന്റെ പ്രസിഡന്റ് ആകുന്നു. ഇതേ ലോഹിയുടെ പ്രിയ ശിഷ്യനായിരുന്ന JP ആവട്ടെ രാഷ്ട്രീയത്തിന്റെ അധികാര വടംവലികളിൽ മനം മടുത്ത് വിനോബാ ഭാവെയുടെ സർവോദയ പ്രസ്ഥാനത്തിന്റെ വഴി പിടിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് അദ്ദേഹം തന്റെ ശിഷ്ടജീവിതം മുഴുവൻ ജനസേവനത്തിന് വേണ്ടി സമർപ്പിച്ച് കഴിഞ്ഞുകൂടുന്ന കാലമാണ്. അതുകൊണ്ട് ആരാകും ബീഹാറിന്റെ ആദ്യത്തെ ഇലക്ടഡ് CM എന്ന ചോദ്യം വന്നപ്പോഴും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് നിലവിൽ സ്റ്റേറ്റ് ഹെഡായിട്ട് ഇരിക്കുന്ന ശ്രീ ബാബുവിന്റെ പേര് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ചുരുക്കത്തിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭയുടെ കാലം കഴിയാറായപ്പോഴേക്കും ബീഹാറിൽ പ്രധാനമായിട്ടും 4 പാർട്ടികളാണ് സജീവമായിട്ടുണ്ടായിരുന്നത്. 1 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 2 ലോഹിയുടെ സോഷ്യലിസ്റ്റ് പാർട്ടി, 3 CPI, 4 ബീഹാറിന്റെ ദക്ഷിണ പ്രവിശ്യകൾ മറ്റൊരു സ്വതന്ത്ര സംസ്ഥാനമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആദിവാസി മഹാസഭ. ഈ ആദിവാസി മഹാസഭയാണ് പിന്നീട് ജാർഖണ്ഡ് പാർട്ടിയായിട്ട് മാറുന്നത്. 1957-ൽ ബീഹാറിലെ 2ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇത്തവണയും 210 സീറ്റുകൾ നേടി കോൺഗ്രസിലെ ശ്രീബാബു തന്നെ മുഖ്യമന്ത്രിയായി എങ്കിലും സോഷ്യലിസ്റ്റ് പാർട്ടിയും ജാർഖണ്ഡ് പാർട്ടിയും 31 വീതം സീറ്റുകൾ നേടിയതോടെ പ്രതിപക്ഷവും ശക്തമായി. 1961-ൽ മുഖ്യമന്ത്രി ശ്രീബാബു അന്തരിക്കുന്നു. അന്നത്തെ ഹാജിപൂർ MLA ആയിരുന്ന ദീപ് നാരായൺ സിംഗ് സ്റ്റാൻഡിംഗ് CM ആയി 17 ദിവസം ഇരുന്ന ശേഷം ബീഹാറിന്റെ 3ാമത്തെ ചീഫ് മിനിസ്റ്ററായിട്ട് വിനോദാനന്ദ ഝാ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 1962-ൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് വീണ്ടും 157 സീറ്റോടെ ഭരണത്തിലേറുന്നു. വിനോദാനന്ദ ഝാ സെക്കൻഡ് ടൈം മുഖ്യമന്ത്രിയാവുന്നു. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ പാർട്ടിയിലെ പടലപ്പിണക്കം രൂക്ഷമാകുന്നു. ഝാ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നു. അടുത്തതായി കൃഷ്ണ വല്ലഭ് സഹായ് എന്ന KB സഹായ് ബീഹാറിന്റെ 4ാമത്തെ മുഖ്യമന്ത്രിയാവുന്നു. കോൺഗ്രസിനെ വെല്ലണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നിന്നേ പറ്റൂ എന്ന പരമസത്യം അപ്പോഴേക്കും മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് നല്ല പോലെ മനസ്സിലായിരുന്നു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും തമ്മിൽ ലയിച്ച് അക്കൊല്ലം തന്നെ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ SSP ഉണ്ടാവുന്നു. 67-ലെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും ഈ പ്രതിപക്ഷ ഐക്യം ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാനും മാത്രം വളർന്നു കഴിഞ്ഞിരുന്നു. രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും എന്ന പോലെ ബീഹാറിലും കൂട്ടുകക്ഷി ഭരണമെന്ന സാധ്യത തെളിഞ്ഞു വന്നു തുടങ്ങിയ കാലം. ഈ സാഹചര്യത്തിലാണ് ബീഹാറിൽ 67-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസിന് ആകെ കിട്ടിയത് 320-ൽ 128 സീറ്റ് മാത്രം. ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ. ഇത് ഒരു അവസരമായി കണ്ടുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ ബെഞ്ചിലുണ്ടായിരുന്ന സകല പാർട്ടികളും ഭാരതീയ ക്രാന്തിദൾ, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, ജനസംഘം, CPI എന്നിങ്ങനെ എല്ലാവരും കൂടി അന്ന് ഒരുമിക്കുന്നു. സംയുക്ത വിധായക് ദൾ എന്ന പേരിൽ അവർ അന്നൊരു കൊയലേഷൻ രൂപീകരിക്കുന്നു. കോൺഗ്രസ് കഴിഞ്ഞാൽ അന്നത്തെ ബീഹാർ അസംബ്ലിയിൽ ഏറ്റവും അധികം സീറ്റുള്ള ഒറ്റക്കക്ഷി കർപ്പൂരി താക്കൂറിന്റെ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ മറ്റു പാർട്ടികൾ ഒരുക്കമായിരുന്നില്ല. മുൻവർഷങ്ങളിൽ നടന്ന വിദ്യാർത്ഥി സമരങ്ങളിലെ വെടിവെപ്പുകളുടെ പേരിൽ കോൺഗ്രസ് വിട്ടിറങ്ങി ജനക്രാന്തി ദൾ എന്ന പേരിൽ പുതിയ പാർട്ടി ഉണ്ടാക്കിയ മഹാമായ പ്രസാദ് സിൻഹ അന്ന് CM KB സഹായിയെ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ തോൽപ്പിച്ച് ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഒടുവിൽ ഈ മഹാമായ പ്രസാദ് സിൻഹ ബീഹാർ സംസ്ഥാനത്തിന്റെ 5ാം മുഖ്യമന്ത്രിയായി, ബീഹാറിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്നാൽ ബീഹാറിലെ ആ ആദ്യത്തെ കൂട്ടുകക്ഷി പരീക്ഷണം പന്തിയിലെ പടലപ്പിണക്കം കാരണം അല്പായുസാകുന്നു. ഒരു വർഷം പോലും തികയ്ക്കാതെ കേവലം 9 മാസത്തിനുള്ളിൽ ആ മന്ത്രിസഭ നിലംപൊത്തുന്നു. മഹാമായ പ്രസാദ് സിൻഹ മന്ത്രിസഭയെ വലിച്ചു താഴെയിട്ടതിന്റെ ക്രെഡിറ്റ് 2 പേർക്കാണ് പോകുന്നത്. ഒന്നാമൻ പർബത്ത മണ്ഡലത്തിൽ നിന്നുള്ള സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി MLA സതീഷ് പ്രസാദ് സിംഗ്, മധേപുരയിൽ നിന്നുള്ള SSP MLA ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ എന്ന BP മണ്ഡലാണ് രണ്ടാമൻ. 1967-ൽ മണ്ഡൽ ബീഹാറിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MP ആയിരുന്നു. 67-ൽ തന്നെ സംസ്ഥാനത്ത് കൂട്ടുകക്ഷി മന്ത്രിസഭ വന്നപ്പോൾ MP ആയിരുന്നിട്ടും മണ്ഡലിനെ ആ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയാക്കുന്നു. മന്ത്രിയായി എങ്കിലും അടുത്ത 6 മാസത്തിനുള്ളിൽ MLA അല്ലെങ്കിൽ MLC ആവുക എന്ന കടമ്പ അദ്ദേഹത്തിന് മുന്നിൽ ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ ലോഹിയും BP മണ്ഡലും തമ്മിൽ കാര്യമായ എന്തോ സൗന്ദര്യപ്പിണക്കമുണ്ടാവുന്നു. ഈ പ്രശ്നം മൂർച്ഛിച്ചിരുന്നതുകൊണ്ട് മണ്ഡലിന് തന്റെ മന്ത്രിസ്ഥാനം നിലനിർത്താൻ വേണ്ടി MLA ആവേണ്ട ഘട്ടം വന്നപ്പോൾ ലോഹിയുടെ എതിർപ്പ് കാരണം അത് സാധിക്കാതെ പോയി. അതുകൊണ്ട് മണ്ഡലിന് കയ്യിൽ വന്ന ആരോഗ്യമന്ത്രി പദവും രാജിവെച്ച് ഒഴിയേണ്ടി വന്നു.
BP മണ്ഡൽ അന്നിതിനെ കാണുന്നത് ലോവർ കാസ്റ്റിൽപ്പെട്ട ഒരാൾക്ക് ഒരു അധികാരസ്ഥാനം കൈവന്നപ്പോൾ അതിനെതിരായി നടന്ന ഒരു ഗൂഢാലോചന എന്ന മട്ടിലാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ പേരെടുത്തു പറഞ്ഞ ഈ രണ്ടുപേർ സതീഷ് പ്രസാദ് സിംഗും BP മണ്ഡലും കൂടി കൈകൊടുക്കുന്നത്. കോൺഗ്രസിന് അന്ന് നിലവിൽ അസംബ്ലിയിൽ 128 സീറ്റുണ്ട്. ഭൂരിപക്ഷം ഇല്ലാതിരുന്നതുകൊണ്ട് അവർ ആ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ അപ്പോൾ നടന്നുകൊണ്ടിരുന്ന അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് യുദ്ധം വരമ്പത്തിരുന്ന് കണ്ട് രസിക്കുക മാത്രമായിരുന്നു. അവസരം മണത്തപ്പോൾ കോൺഗ്രസ് സതീഷിന് മുന്നിൽ ഒരു ഓഫർ വെക്കുന്നു. 25-30 MLA-മാരെ ഭരണപക്ഷത്തു നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ നേരെ CM പോസ്റ്റ് തന്നെ കൊടുക്കാം. അങ്ങനെയൊരു വാഗ്ദാനത്തിന്റെ പേരിൽ സതീഷ് പ്രസാദ് സിംഗും BP മണ്ഡലും ചേർന്ന് 25 MLA-മാരെ അടർത്തിയെടുത്ത് ശോഷിത് ദൾ അഥവാ പിന്നാക്ക ജാതിക്കാരുടെ പാർട്ടി എന്ന പേരിൽ പുതിയൊരു പാർട്ടി തന്നെ ഉണ്ടാക്കി കോൺഗ്രസിനോട് സഖ്യം ചേരുന്നു. അങ്ങനെ ഈ പുതിയ അലൈൻമെന്റിന്റെ പേരിൽ മഹാമായ പ്രസാദ് സിൻഹ നയിച്ച ബീഹാറിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സഖ്യ സർക്കാർ വെറും 9 മാസത്തിൽ നിലംപോത്തുന്നു. ഈ ശോഷിത് ദളും കോൺഗ്രസും തമ്മിൽ അന്നൊരു ഫോർമുല ഉണ്ടാക്കുന്നുണ്ട്. ദളിൽ നിന്ന് ആദ്യം സതീഷ് പ്രസാദ് സിംഗ് മുഖ്യമന്ത്രിയാകും. സിംഗ് എന്നിട്ട് BP മണ്ഡലിനെ MLC ആയിട്ട് നോമിനേറ്റ് ചെയ്യും. പിന്നാലെ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് BP മണ്ഡലിനെ മുഖ്യമന്ത്രിയാക്കും. അവശേഷിക്കുന്ന അസംബ്ലി കാലാവധി പിന്നീട് ശോഷിത് ദളും കോൺഗ്രസും കൂടി മുഖ്യമന്ത്രി സ്ഥാനം പങ്കിട്ടെടുക്കും. ഈ ഒരു അറേഞ്ച്മെന്റ് പ്രകാരം 1968 ഫെബ്രുവരി 1-ാം തീയതി BP മണ്ഡൽ ബീഹാറിന്റെ 7ാം മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേറ്റെടുക്കുന്നു. ഇതേ BP മണ്ഡലാണ് പിന്നീട് 1979 മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ജാതി വിവേചനം പരിഹരിക്കുന്നതിന് വേണ്ടി നിയുക്തമായ മണ്ഡൽ കമ്മീഷന്റെ അധ്യക്ഷനാവുന്നത്. ഫ്രഞ്ച് രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന ക്രിസ്റ്റോഫ് ജാഫർലോട്ട് ഇന്ത്യയുടെ നിശബ്ദ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന ഘട്ടം വന്നപ്പോൾ 90കളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങളെക്കുറിച്ചും മണ്ഡൽ കമണ്ഡൽ പൊളിറ്റിക്സ് എന്ന പേരിൽ പിന്നീട് ഇങ്ങോട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നായി അത് തുടർന്നതിനെക്കുറിച്ചുമൊക്കെ വല്ലാത്തൊരു കഥയുടെ ജാതി സംവരണം എപ്പിസോഡിൽ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ കഥയിലേക്ക് തിരികെ വരികയാണെങ്കിൽ ബീഹാറിന്റെ 7ാം മുഖ്യമന്ത്രിയായി BP മണ്ഡൽ അധികാരം ഏറ്റെടുത്തപ്പോൾ ആ ഗവൺമെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് ബീഹാറിൽ അന്ന് തുടർച്ചയായിട്ട് സാമുദായിക ലഹളകൾ നടന്നു. ജഹാനാബാദ്, സിവാൻ, മുസഫർപൂർ, ഹാജിപൂർ എന്നിവിടങ്ങളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. മണ്ഡൽ സർക്കാർ ഈ ലഹളകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ തികച്ചും ഇൻഎഫിഷ്യന്റ് ആയിരുന്നു. കാര്യങ്ങൾ വഷളായതോടെ 17 MLA-മാർ ഈ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. 1968 മാർച്ച് 22-ന് അധികാരത്തിലേറി വെറും 7 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മണ്ഡൽ സർക്കാർ നിലംപൊത്തുന്നു. അതോടെ ബാക്കി വന്ന MLA-മാർ വീണ്ടും യോഗം കൂടി ഭോല പാസ്വാൻ ശാസ്ത്രിയെ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുന്നു. ബീഹാറിന്റെ 8ാമത്തെ മുഖ്യമന്ത്രി. എന്നാൽ 1968 ജൂൺ 29-ന് അധികാരത്തിലേറി വെറും 99 ദിവസത്തിനുള്ളിൽ ശാസ്ത്രി ഗവൺമെന്റും തറപറ്റുന്നു. മാസങ്ങളുടെ ഗ്യാപ്പിൽ ബീഹാർ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത് 4 മുഖ്യമന്ത്രിമാരുടെ ഭരണത്തിനാണ്. കൂട്ടുകക്ഷി മന്ത്രിസഭകൾ എത്രത്തോളം അൺസ്റ്റേബിൾ ആണ് എന്ന് ബീഹാർ ജനതയ്ക്ക് ബോധ്യം വന്ന ദിവസങ്ങളായിരുന്നു അത്. എന്നാൽ ബീഹാർ രാഷ്ട്രീയത്തിലെ ഈ അസ്ഥിരത ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. വരും വർഷങ്ങളിൽ അത് പൂർവാധികം ശക്തിയോടെ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ വ്യവഹാരങ്ങളെ വീണ്ടും ആവേശിക്കുന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസ് O അഥവാ സംഘടനാ കോൺഗ്രസ് എന്നും റിക്വസിസ്റ്റ് കോൺഗ്രസ് അഥവാ ഇന്ദിരാ കോൺഗ്രസ് എന്നും രണ്ടായിട്ട് പിളർന്ന കാലം. ശാസ്ത്രി ഗവൺമെന്റ് വീണ ശേഷം ബീഹാറിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ടു. 1969 ഫെബ്രുവരിയിൽ നടന്ന ബീഹാർ അസംബ്ലി ഇലക്ഷന്റെ ഫലം വന്നപ്പോൾ കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലായി. ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടുന്നില്ല. ഇന്ദിരാ കോൺഗ്രസിന് 118 സീറ്റ് കിട്ടി. സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 52 സീറ്റ്, ജനസംഘത്തിന് 34 സീറ്റ്. ഇത്തവണയും ഹങ് അസംബ്ലി തന്നെ. ആ സാഹചര്യത്തിൽ ഇലക്ഷൻ ടൈമിൽ രണ്ടായി നിന്ന കോൺഗ്രസുകൾ തമ്മിൽ കൈകൊടുത്ത് സർക്കാർ രൂപീകരിച്ചു. 1969 ഫെബ്രുവരി 26-ന് ഹരിഹർ സിംഗ് ബീഹാറിന്റെ 9ാമത്തെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ഇന്ദിരാ കോൺഗ്രസ് പാലം വലിച്ചതോടെ വെറും 4 മാസത്തിനുള്ളിൽ തന്നെ നിലംപരിശാവാനായിരുന്നു ഈ സർക്കാരിന്റെ നിയോഗം. വീണ്ടും ഭോല ശാസ്ത്രി ഇന്ററിം CM ആകുന്നു. എന്നാൽ ശാസ്ത്രി മന്ത്രിസഭയുടെ ആയുസ് വെറും 12 ദിവസമായിരുന്നു. ബീഹാറിൽ വീണ്ടും രാഷ്ട്രീയ അസ്ഥിരത, വീണ്ടും രാഷ്ട്രപതി ഭരണം. പ്രസിഡന്റ് റൂളിനിടയ്ക്ക് ഇന്ദിര പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് കൂട്ടി ഒരു മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ശ്രമം വീണ്ടും നടത്തുന്നു. 1970 ഫെബ്രുവരി 16-ന് ദരോഗ പ്രസാദ് റായ് സംസ്ഥാനത്തിന്റെ 10ാം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്നാൽ ആ ഗവൺമെന്റും ഒരു വർഷം തികയ്ക്കുന്നില്ല. 1970 ഡിസംബർ 22-ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഏറുന്നത് SSPയുടെ കർപ്പൂരി ഠാക്കൂറാണ്, ബീഹാറിന്റെ 11ാം CM. എന്നാൽ ആ മന്ത്രിസഭയും ഒരു വർഷം തികയ്ക്കുന്നതിന് മുമ്പ് താഴെ പോകുന്നു. ഭോല പാസ്വാൻ ശാസ്ത്രി വീണ്ടും ഒരിക്കൽ കൂടി സംസ്ഥാനത്തിന്റെ CM ആകുന്നു. എന്നാൽ ഒരു വർഷം തികയ്ക്കും മുമ്പ് ആ മന്ത്രിസഭയും നിലംപൊത്തുന്നു. 1972 ജനുവരിയിൽ വീണ്ടും സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നു. എന്തൊക്കെ രാഷ്ട്രീയ തിരനാടകങ്ങൾക്കാണ് അക്കാലത്ത് ബീഹാർ നിയമസഭ സാക്ഷ്യം വഹിച്ചത് എന്ന് ഓർക്കുക.
ഇങ്ങനെ CM മാറി മാറി വന്ന് ബീഹാറിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ആരാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അവർക്ക് ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു അന്ന്. ഭരിക്കുന്ന സർക്കാരിന് ഒരു സ്ഥിരതയുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള ഒരു പോളിസി ഒരു കാലത്തും ബീഹാറിന് ഇല്ലാതെ പോയി. അപ്പോൾ സ്വാഭാവികമായും നാട്ടിൽ യാതൊരുവിധ സിസ്റ്റവും ഇല്ലാതെ സംസ്ഥാനം തികഞ്ഞ അരാജകത്വത്തിലേക്ക് വഴുതി വീണു. കൂട്ടുകക്ഷി ഭരണങ്ങൾ ഇങ്ങനെ മാറിയും മറിഞ്ഞും വന്നു പോയതിനു പുറമെ ബീഹാറിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പലതും ബൂത്ത് ക്യാപ്ചറിങ്, രാഷ്ട്രീയത്തിലേക്കുള്ള ക്രിമിനലുകളുടെ എൻട്രി, റിസോർട്ട് പൊളിറ്റിക്സ് എന്നിങ്ങനെ പലതും സ്വാഭാവികമായിട്ട് മാറി. 72 തന്നെ വീണ്ടും ഇലക്ഷൻ വന്നപ്പോൾ ബീഹാറിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടും ഒരുമിച്ചായിരുന്നു. ഗരീബി ഹട്ടാവോ ദേശ് ബച്ചാവോ എന്ന മുദ്രാവാക്യവുമായി ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പിനെ നേരിട്ട ആ വർഷം അവരുടെ പോപ്പുലാരിറ്റി അതിൻ്റെ പീക്കിലായിരുന്നു. അതിൻ്റെ ബലത്തിൽ ഇന്ത്യയുടെ കോൺഗ്രസ് കേന്ദ്രത്തോടൊപ്പം ബീഹാറിലെയും ഇലക്ഷൻ റിസൾട്ട് തൂത്തുവായിരുന്നു. ഇന്ത്യയുടെ വിശ്വസ്തനായിട്ടുള്ള കേദാർ പാണ്ഡെ അക്കൊല്ലം ബീഹാറിന്റെ 12ാം മുഖ്യമന്ത്രിയാകുന്നു. മുഖ്യമന്ത്രി പദത്തിൽ ആരിരുന്നാലും സംസ്ഥാനത്തിന്റെ നിയന്ത്രണം തന്റെ കയ്യിൽ തന്നെ ആയിരിക്കണമെന്ന് ഇന്ദിരാഗാന്ധിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അക്കാര്യത്തിൽ നേരിയ സംശയമെങ്കിലും തോന്നിയാൽ ഉടനെ ഇന്ദിര മുഖ്യമന്ത്രിയെ മാറ്റും. 1973 ജൂലൈയിൽ അങ്ങനെയൊരു സംശയമുണ്ടായ സാഹചര്യത്തിൽ കേദാർ പാണ്ഡെയുടെ കസേര തെറിക്കുന്നു. അബ്ദുൾ ഗഫൂർ എന്ന മറ്റൊരു വിശ്വസ്തനെ ഇന്ദിര ബീഹാറിന്റെ 13ാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഈ അബ്ദുൾ ഗഫൂർ ആണ് ബീഹാർ സംസ്ഥാനം ഭരിച്ച ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി. അബ്ദുൾ ഗഫൂർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് വളരെ വ്യത്യസ്തമായിട്ടൊരു പ്രതിസന്ധി സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെ വന്നു പിടികൂടുന്നു. അത് പക്ഷേ ഒരു ദിവസം കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ഉരുണ്ടുകൂടിയ ഒന്നായിരുന്നില്ല. 66-67 കാലത്ത് ബീഹാർ സംസ്ഥാനം കടുത്ത വരൾച്ചയിലൂടെ കടന്നുപോയിരുന്നു. അതേ തുടർന്ന് സംസ്ഥാനത്ത് ഭക്ഷ്യക്ഷാമവും രൂക്ഷമായിരുന്നു. അതിനു പുറമെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, പണപ്പെരുപ്പം എന്നിവയും വർദ്ധിക്കുന്നു. ചുരുക്കത്തിൽ കേന്ദ്രത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പാർട്ടിക്കെതിരായിട്ടുള്ള ജനവികാരം മൊബിലൈസ് ആയിക്കൊണ്ടിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അന്ന് നാട്ടിൽ. വേണ്ടിയിരുന്നത് ചെറിയൊരു പ്രകോപനത്തിന്റെ തീപ്പൊരി മാത്രമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണരുന്നു. ജനങ്ങളുടെ, വിശേഷിച്ച് നാട്ടിലെ തൊഴിലില്ലാത്ത യുവാക്കളുടെ അതൃപ്തി പതുക്കെ സമരങ്ങളുടെ പാത പിടിക്കുന്നു. ആദ്യത്തെ സമരം നടക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള LD എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലിലാണ്. 1973 ഡിസംബറിൽ ഈ ഹോസ്റ്റലിലെ മെസ് ഫീ 20% വർദ്ധിപ്പിക്കുന്നു. ഇതിനെതിരെ വിദ്യാർത്ഥികൾ അന്ന് തുടങ്ങുന്ന സമരം പിന്നീട് കോൺഗ്രസ് മുഖ്യമന്ത്രി ചിമൻഭായ് പട്ടേൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു പ്രക്ഷോഭമായി ഗുജറാത്ത് സംസ്ഥാനം മുഴുവൻ വ്യാപിക്കുന്നു. ഏതാണ്ട് ആ സമയത്ത് തന്നെ ബീഹാറിലും അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി അബ്ദുൾ ഗഫൂറിനെതിരെ സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെറിയ തോതിലുള്ള വിദ്യാർത്ഥി സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. സമരക്കാരായ വിദ്യാർത്ഥികൾക്ക് അന്ന് നല്ലൊരു നേതാവിന്റെ കുറവുണ്ടായിരുന്നു. അവരപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ റിട്ടയർമെന്റ് എടുത്ത് വിശ്രമജീവിതം നയിക്കുകയായിരുന്ന സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണനെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കാണുന്നു. തങ്ങളുടെ സമരത്തെ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. അന്ന് അങ്ങനെ ഒരു അഭ്യർത്ഥനയുമായി തന്നെ കാണാൻ വന്ന 26-കാരനായ പട്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയൻ നേതാവിന്റെ വാക്കുകൾ JPയെ വല്ലാതെ സ്വാധീനിക്കുന്നു. ജയപ്രകാശ് നാരായണനെ ആരാധ്യപുരുഷനായി കണ്ട ഈ വിദ്യാർത്ഥി യൂണിയൻ നേതാവ് പിന്നീട് ബീഹാർ രാഷ്ട്രീയത്തിലെ ഒരു ഭീഷ്മാചാര്യനായി മാറുന്നത് നമ്മൾ കാണും. പേര് ലാലു പ്രസാദ് യാദവ്. വിദ്യാർത്ഥികൾ അക്രമം പ്രവർത്തിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ താൻ സമരത്തെ നയിക്കാമെന്ന് JP സമ്മതിക്കുന്നു. അന്ന് ആ സമരത്തിന്റെ അമരത്ത് വരുന്ന JP ബീഹാറിലെ വിദ്യാർത്ഥികളോട് ഗുജറാത്ത് മോഡലിൽ നവനിർമ്മാണ പ്രക്ഷോഭങ്ങൾ നടത്താൻ ആവശ്യപ്പെടുന്നു. പിന്നാലെ തുടർച്ചയായ ഘെരാവോകളും സത്യാഗ്രഹങ്ങളും ഉപവാസങ്ങളും ജാഥകളും ഒക്കെ സംസ്ഥാനത്ത് നടക്കുന്നു. പക്ഷേ സമാധാനപൂർവ്വം പുരോഗമിച്ച സമരത്തെ CM അബ്ദുൾ ഗഫൂറിന്റെ പോലീസ് നേരിടുന്നത് ലാത്തികളും തോക്കുകളും കൊണ്ടാണ്. 1974 മാർച്ച് 18 ഒരു പോലീസ് വെടിവെപ്പ് ഉണ്ടാകുന്നു. അതിൽ 8 യുവാക്കൾ കൊല്ലപ്പെടുന്നു. ഏപ്രിൽ 8-ാം തീയതി അന്ന് 72 വയസ്സ് പ്രായമുള്ള JP പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ഒരു മൗനജാഥ സംഘടിപ്പിക്കുന്നു. ആ ജാഥയ്ക്ക് നേരെയും പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടാവുന്നു. ഏതാണ്ട് ഈ സമയത്ത് തന്നെ 74 മെയ്യിൽ യൂണിയൻ നേതാവായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ഒരു ഓൾ ഇന്ത്യ റെയിൽവേ സ്ട്രൈക്ക് നടത്തി തീവണ്ടി ഗതാഗതം സ്തംഭിപ്പിക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് പിന്നീട് ഇതേ ജോർജ് ഫെർണാണ്ടസിനെ ഇന്ദിരാഗാന്ധി ബറോഡ ഡൈനാമിക് കേസ് എന്ന പേരിൽ ഒരു ഗൂഢാലോചന കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കുന്നുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ മുഷ്ടി ചുരുട്ടി ഇന്ദിരാഗാന്ധിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഫെർണാണ്ടസിന്റെ ചിത്രം ടൈം മാഗസിനിൽ അച്ചടിച്ചു വന്നത് ആഗോള ശ്രദ്ധ നേടി. 1974 ജൂൺ 5-ാം തീയതി പട്നയിലെ ഗാന്ധി മൈതാനത്ത് 10,000-ങ്ങളെ സാക്ഷി നിർത്തി JP ഒരു തീപ്പൊരി പ്രസംഗം നടത്തുന്നു. പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന വാക്കുകളാണ് അന്ന് JP പറഞ്ഞത്. സ്നേഹിതരെ, ഇത് വിപ്ലവമാണ്. നിയമസഭ പിരിച്ചുവിടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അത് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി 27 വർഷം കഴിഞ്ഞിട്ടും ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങൾക്ക് പട്ടിണിയും വിലക്കയറ്റവും അഴിമതിയും കൊണ്ട് വലയേണ്ട ഗതികേടാണ്.
നമുക്ക് വേണ്ടത് സമ്പൂർണ്ണ വിപ്ലവമാണ്, ടോട്ടൽ റെവല്യൂഷൻ. ഇതുപോലെയുള്ള ആവേശോജ്വലമായ നിരവധി പ്രസംഗങ്ങളിലൂടെ JP നയിച്ച ആ വിദ്യാർത്ഥി സമരങ്ങൾ പിന്നീട് ബീഹാർ മൂവ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെയൊക്കെ തുടർച്ചയായി 74 അവസാനത്തോടെ ഇന്ത്യയിലെങ്ങും ഒരു കോൺഗ്രസ് വിരുദ്ധ തരംഗം ഉടലെടുക്കുകയും ആ മുന്നേറ്റത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം JPക്കൊപ്പം നിൽക്കുകയും ചെയ്തു. 1975 മെയ് 6 ഇന്ദിരയ്ക്കെതിരെ JP ദില്ലിയിൽ നടത്തിയ 1 ലക്ഷം പേരുടെ ലോങ് മാർച്ചിൽ അന്ന് ഉയർന്നുകേട്ട മുദ്രാവാക്യം ജനതാ കാ ദിൽ ബോൾ രഹാ ഹൈ, ഇന്ദിര കാ ആസൻ ഡോൾ രഹാ ഹൈ എന്നായിരുന്നു. എന്ന് വെച്ചാൽ ജനഹൃദയങ്ങൾ പറയുകയാണ് ഇന്ത്യയുടെ സിംഹാസനം ഇതാ ഉലയുകയാണ് എന്ന്. രാജ്യമെമ്പാടും കോൺഗ്രസ് വിരുദ്ധ സമരങ്ങൾ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്നതിനിടയ്ക്ക് 1975 ജൂൺ 12 4 വർഷം മുമ്പ് രാജ്നാരായൺ കൊടുത്ത ഒരു ഇലക്ഷൻ കേസിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി JL സിൻഹ ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി പ്രഖ്യാപിക്കുന്നു. ഈ വിധിയിൽ പരിഭ്രാന്തി പൂണ്ട ഇന്ദിരാഗാന്ധി കോൺഗ്രസിൽ അന്ന് ഭീഷ്മാചാര്യനായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ ശങ്കർ റേയുടെ ഉപദേശം ചെവിക്കൊണ്ടുകൊണ്ട് 1975 ജൂൺ 26 രാവിലെയോടെ രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അടിയന്തരാവസ്ഥ എന്ന ദുരിതകാലം ഇന്ത്യൻ ജനാധിപത്യത്തെ എങ്ങനെയൊക്കെയാണ് ശ്വാസം മുട്ടിച്ചു കളഞ്ഞത് എന്ന് വല്ലാത്തൊരു കഥയുടെ അടിയന്തരാവസ്ഥ എപ്പിസോഡിൽ വളരെ വിശദമായി തന്നെ നമുക്ക് കാണാം. അടിയന്തരാവസ്ഥ കാലത്ത് ബീഹാറിലെ സകല പ്രതിപക്ഷ നേതാക്കളെയും ഇന്ദിര ജയിലിൽ അടയ്ക്കുന്നു. ബീഹാറിൽ അടിയന്തരാവസ്ഥ വേണ്ടും വിധം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ദിര അന്ന് ഏൽപ്പിക്കുന്നത് ജഗന്നാഥ് മിശ്ര എന്ന തന്റെ വിശ്വസ്തനെയാണ്. അദ്ദേഹമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ ബീഹാർ CM. എന്തായാലും 1977 അടിയന്തരാവസ്ഥ നീങ്ങുന്നു. അതുവരെ തുറുങ്കിൽ കിടന്ന സകല നേതാക്കളെയും വിട്ടയക്കുകയും ചെയ്യുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഉണർവിൽ പുതിയതും പഴയതുമായിട്ടുള്ള പല പാർട്ടികളും ജനനേതാക്കളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ മൊറാർജി ദേശായിയുടെ സംഘടനാ കോൺഗ്രസ്, അദ്വാനി വാജ്പേയി എന്നിവരുടെ ലീഡർഷിപ്പിലുള്ള ഭാരതീയ ജനസംഘം, ചരൺ സിംഗിന്റെ ഭാരതീയ ലോക്ദൾ, ലോഹ്യ ജോർജ് ഫെർണാണ്ടസ്, രാജ്നാരായൺ എന്നിവരുടെ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിങ്ങനെ പല പാർട്ടികളും വീണ്ടും തലപൊക്കി തുടങ്ങി. വെവ്വേറെ നിൽക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ഒരു കാലത്തും ഇന്ദിരാഗാന്ധിയോ കോൺഗ്രസിനെയോ തോൽപ്പിക്കാനാവില്ല എന്ന ബോധ്യം അവർക്ക് വീണ്ടും ഉണ്ടായി. അടിയന്തരാവസ്ഥയുടെ കയ്പിൽ നിന്നുണ്ടായ ഇന്ദിര വിരുദ്ധ വികാരം പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഈ പറഞ്ഞ പാർട്ടികളെല്ലാം കൂടി അന്ന് ഒരു കുടക്കയിൽ ഒരുമിച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയൊരു പ്രസ്ഥാനം തന്നെ ആരംഭിക്കുന്നു. 77 തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി ബീഹാർ അസംബ്ലി ഇലക്ഷനിലും മത്സരിക്കുന്നു. ഫലം വന്നപ്പോൾ ജനതാ പാർട്ടിക്ക് വൻ ഭൂരിപക്ഷം തന്നെ അന്ന് ലഭിക്കുന്നു. ബീഹാറിലെ വിജയത്തിന്റെ മുഖമായി അന്ന് മാറുന്നത് ജനനായകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന SSPയുടെ കർപ്പൂരി ഠാക്കൂർ ആണ്. അദ്ദേഹത്തെ തന്നെ അന്ന് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായും തിരഞ്ഞെടുക്കുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം പിന്നാക്കക്കാരുടെ ഹിതം നോക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബീഹാറിൽ കർപ്പൂരി ഠാക്കൂറിന്റെ ഭരണകാലത്താണ്. മുഖ്യമന്ത്രിയായ അന്ന് തൊട്ട് തന്നെ കർപ്പൂരി ഠാക്കൂർ മുംഗേരിലാൽ കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള പ്രോ ബാക്ക്വേർഡ് ക്ലാസ് നയങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയിരുന്നു. ഈ മന്ത്രിസഭ അധികാരത്തിലേറി അധികം വൈകാതെ തന്നെ പക്ഷേ വലിയൊരു പ്രശ്നം ഈ സംസ്ഥാനത്ത് ഉണ്ടാവുന്നു. അത് ഗവൺമെന്റിനെ പിടിച്ചു കുലുക്കി കളഞ്ഞ ഒന്നായിരുന്നു. 1977 മെയ് 27 രാവിലെ 11 മണിയോടെ ബീഹാറിലെ ബേൽച്ചി എന്ന പേരുള്ള ഒരു ഗ്രാമത്തിൽ കുർമി ജമീന്ദാറായിട്ടുള്ള മഹാവീർ മഹാത്തോയുടെ ഗുണ്ടകൾ 11 ദളിതരെ പിടികൂടി അവരുടെ കൈകൾ കൂട്ടിക്കെട്ടി പരസ്യമായി വെടിയുതിർത്ത ശേഷം ഗ്രാമവാസികൾ നോക്കി നിൽക്കെ അവരെ കത്തിച്ചു കളയുന്നു. ഈ ഒരു സാമുദായിക പ്രതിസന്ധിയെ വേണ്ടുവിധം കൈകാര്യം ചെയ്യാൻ, തണുപ്പിക്കാൻ ജനതാ ഗവൺമെന്റിന് അന്ന് സാധിക്കുന്നില്ല. ബീഹാറിൽ ഒരു തിരിച്ചടിക്ക് വേണ്ടി കാത്തുവന്ന ഇന്ദിരാഗാന്ധി ആകട്ടെ ഈ സാഹചര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെ അന്ന് തീരുമാനിക്കുന്നു. ഓഗസ്റ്റിൽ ദില്ലിയിൽ നിന്ന് വിമാനം പിടിച്ച് പട്നയിലേക്ക് എത്തി അവിടെ നിന്ന് റോഡ് മാർഗം ബേൽച്ചി ഗ്രാമം ലക്ഷ്യമിട്ട് പോകുന്ന അവർക്ക് ഒരു ഘട്ടത്തിൽ പ്രോപ്പർ റോഡ് ഇല്ലാതിരുന്നത് കൊണ്ട് കാറിൽ നിന്നിറങ്ങി ആനപ്പുറത്ത് കയറി യാത്ര തുടരേണ്ടി വരുന്നുണ്ട്. ഒടുവിൽ ബേൽച്ചിയിലെത്തി അവിടുത്തെ ഇരകളുടെ ബന്ധുക്കളെയൊക്കെ നേരിട്ട് കണ്ട് ഇന്ദിര അവരെ സമാശ്വസിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ ഇന്ദിര കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചതും ഇരകളെ നേരിൽ കണ്ട് സംസാരിക്കാൻ അവർ ഒരുപാട് മെനക്കെട്ടതും അന്ന് ജനങ്ങളെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഒരുവിധം പിടിച്ചു നിന്ന മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന് ഒടുവിൽ പടിയിറങ്ങേണ്ടി വന്നു. 1979 ഏപ്രിൽ 21 മറ്റൊരു ദളിത് MLA ആയിരുന്ന രാം സുന്ദർ ദാസ് ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അധികാരത്തിലേറിയ പാടെ ദാസ് ചെയ്യുന്നത് കർപ്പൂരി ഠാക്കൂർ നടപ്പിലാക്കിയ OBC തൊഴിൽ സംവരണം അടക്കമുള്ള പ്രോ ബാക്ക്വേർഡ് ക്ലാസ് നയങ്ങളിൽ നിന്ന് പിന്നാക്കം പോവുകയാണ്. അതിനുശേഷം 1980 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വീണ്ടും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ അധികാരത്തിലേറുന്നു. അധികാരത്തിലെത്തിയ പാടെ ഇന്ദിരാഗാന്ധി ചെയ്യുന്നത് തനിക്ക് പ്രിയരല്ലാത്തവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണങ്ങളെ അട്ടിമറിക്കുകയാണ്. അക്കൂട്ടത്തിൽ ബീഹാറിന്റെ ഊഴവും വന്നു. 1980 ബീഹാറിൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുന്നു. ഫലം വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ബീഹാർ തൂത്തുവാരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്ത വിധേയനായ ജഗന്നാഥ് മിശ്ര വീണ്ടും ബീഹാറിന്റെ മുഖ്യമന്ത്രിയാവുന്നു. അധികാരമേറ്റപാടെ ബീഹാറിലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മിശ്ര ഉറുദു ഭാഷയെ ബീഹാറിന്റെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാക്കി മാറ്റി.
OBC വിഭാഗക്കാർക്ക് കൊടുത്തിരുന്ന തൊഴിൽ വിദ്യാഭ്യാസ സംവരണങ്ങളും മിശ്ര സർക്കാർ മുഴുവനായും എടുത്തു കളഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ബീഹാറിന്റെ രാഷ്ട്രീയത്തിലേക്ക് ചില പുതിയ കളിക്കാർ രംഗപ്രവേശം ചെയ്യാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാമ്പസുകളിൽ നിന്ന് JP കണ്ടെടുത്ത 4 പേർ പിന്നീട് അങ്ങോട്ട് ബീഹാറിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെയും നിർണായകമായ റോളുകൾ വഹിക്കുന്നുണ്ട്. ഒന്നാമത്തെ പേര് ലാലു പ്രസാദ് യാദവ്. 1948 ജൂലൈ 11 ഗോപാൽഗഞ്ച് ജില്ലയിലെ ഫുൽവരിയ ഗ്രാമത്തിലാണ് ലാലു പ്രസാദ് യാദവ് ജനിക്കുന്നത്. ഹമാരെ ആനെ സെ പെഹലെ അംഗ്രേസ് ഭാഗ് ഗയെ, ഞാൻ ജനിക്കും മുമ്പ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഓടിപ്പോയി എന്നാണ് ലാലു ഒരു പ്രസംഗത്തിൽ പിന്നീട് പറഞ്ഞിട്ടുള്ളത്. യാദവ് ജാതിക്കാരുടെ പ്രധാന ഉപജീവനം പശു വളർത്തലാണ്. ലാലു പ്രസാദ് യാദവ് കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്തിച്ചേരുന്നത് പട്ന യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ നിന്ന് BA LLB ബിരുദങ്ങൾ അദ്ദേഹം നേടുന്നു. ഈ കാലം കൊണ്ട് തന്നെ സ്റ്റുഡൻറ് പൊളിറ്റിക്സിലും ലാലു സജീവമാകുന്നു. പട്ന യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായിരുന്ന കാലത്ത് ലാലു പ്രസാദ് യാദവ് JPയെ നേരിട്ട് നിന്ന് കാണുന്നതും അത് പിന്നീട് അടിയന്തരാവസ്ഥയിൽ ചെന്ന് അവസാനിക്കുന്നതുമൊക്കെ നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമൻ നിതീഷ് കുമാർ. 1951 പട്ന ജില്ലയിലെ ബക്തിയാർപൂരിൽ ജനനം. അന്നത്തെ ബീഹാർ എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് ഇന്നത്തെ NIT പട്നയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. ഡിഗ്രി പഠനം പൂർത്തിയാക്കി നിതീഷിന് അന്ന് ബീഹാർ ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയറായിട്ട് ജോലിയും കിട്ടുന്നുണ്ട്. എന്നാൽ കോളേജിൽ വെച്ച് തന്നെ നിതീഷ് പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിരുന്നു. നിതീഷ് 23 വയസ്സുള്ളപ്പോഴാണ് JP ബീഹാർ മൂവ്മെന്റ് ആരംഭിക്കുന്നതും ബീഹാറിലെ യുവാക്കളോട് സമ്പൂർണ്ണ ക്രാന്തി അഥവാ ടോട്ടൽ റവല്യൂഷന്റെ പാത പിടിക്കാൻ ആഹ്വാനം ചെയ്യുന്നതും. അടിയന്തരാവസ്ഥ കാലത്ത് മിസ നിയമം ചുമത്തി കേന്ദ്രം ലാലുവിനെയും നിതീഷിനെയും ഒക്കെ അകത്തിടുന്നുണ്ട്. 19 മാസത്തോളം ഇവർ രണ്ടുപേർക്കും ജയിലിൽ കിടക്കേണ്ടി വരുന്നുണ്ട്. അവിടെ നിന്നാണ് അവരുടെ ജനപ്രിയത കൂടി വരാൻ തുടങ്ങുന്നതും. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 77 നടക്കുന്ന ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഹർനോത്ത് സീറ്റിൽ നിന്ന് ജനതാദൾ ടിക്കറ്റിൽ നിതീഷ് കുമാർ മത്സരിക്കുന്നു. എന്നാൽ സംസ്ഥാനത്ത് ജനതാതരംഗം ഉണ്ടായിരുന്നിട്ടും ആ ഇലക്ഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഭോല സിംഗിനോട് നിതീഷ് തോറ്റുപോകുന്നു. 80 വീണ്ടും അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ അതേ ഹർനോത്ത് സീറ്റിൽ നിന്ന് നിതീഷ് വീണ്ടും മത്സരിക്കുന്നു. വീണ്ടും അതേ ഭോല സിംഗിനോട് തന്നെ തോറ്റുപോകുന്നു. നിതീഷ് കുമാർ ഇങ്ങനെ രണ്ടാം വട്ടവും തോറ്റുപോയതിന് പിന്നിൽ ഒരു വ്യക്തമായ കാസ്റ്റ് ആംഗിൾ ഉണ്ടായിരുന്നു. നിതീഷ് കുർമി ജാതിക്കാരനാണ്. യാദവ് ജാതിക്കാരും അപ്പർ കാസ്റ്റുകാരും അയാൾക്ക് കുർമിയാണെന്ന പേരിൽ അന്ന് വോട്ട് കൊടുത്തില്ല. കുർമി ജാതിക്കാരാണെങ്കിൽ നിതീഷ് ജാതിക്ക് വേണ്ടി നിൽക്കുമോ എന്ന ഉറപ്പില്ലായ്മ കൊണ്ട് അയാൾക്ക് വോട്ട് ചെയ്യാൻ മടിച്ചു. ഈ പ്രശ്നത്തിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കി വേണ്ടത് ചെയ്യാൻ നിതീഷ് കുമാർ എന്ന ജനനേതാവിന് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കകാലത്ത് വർഷങ്ങൾ എടുക്കുന്നുണ്ട്. എന്തായാലും 85 വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഹർനോത്ത് സീറ്റിൽ നിന്ന് നിതീഷ് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു കയറുന്നു. അക്കുറി പ്രതിപക്ഷത്തായിരുന്നുവെങ്കിലും സംസ്ഥാന ഭരണത്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട പല കമ്മിറ്റികളിലും നിതീഷ് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. ഒരു MLA എന്ന നിലയ്ക്ക് ബീഹാറിന്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെ നിതീഷ് അന്ന് സംസാരിച്ചപ്പോൾ അതിന് നാട്ടിലെ ജനം സാഗൂതം കാതോർത്തു. മെല്ലെ അദ്ദേഹത്തിന് സുശാസൻ ബാബു അഥവാ ഗുഡ് ഗവേണൻസ് എക്സിക്യൂട്ടീവ് എന്നൊരു ഇമേജും വളർന്നു വന്നു. ഭരണയന്ത്രത്തിന്റെ ഫയൽ മൂവ്മെന്റുകളെ കുറിച്ച് നല്ല ധാരണയുള്ള കഠിനാധ്വാനിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പലരും അദ്ദേഹത്തെ അന്നേ അംഗീകരിക്കുന്നുണ്ട്. JPയുടെ 4 സംഘത്തിലെ മൂന്നാമൻ രാംവിലാസ് പാസ്വാനാണ്. 1946 ജനിക്കുന്ന പാസ്വാൻ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ലോഹിയയുടെ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ്. 74 ലോക്ദൾ ഉണ്ടായപ്പോൾ അദ്ദേഹം അതിൽ ചേർന്നു. 77 ജനതാ പാർട്ടിയിലെത്തി. തുടക്കം JPയുടെ സോഷ്യലിസ്റ്റ് ക്യാമ്പിലായിരുന്നുവെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ഇടതു വലതു പക്ഷഭേദമില്ലാതെ പാളയങ്ങൾ പലതും മാറി കയറിയ അദ്ദേഹം 9 തവണ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുണ്ട്. നാലാമന്റെ പേര് സുശീൽ കുമാർ മോദി എന്നാണ്. 1952 ജനിക്കുന്ന അദ്ദേഹം പട്ന സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്ത് ലാലു പ്രസാദ് യാദവിന്റെ മുഖ്യ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാളായിരുന്നു. JP മൂവ്മെന്റിന്റെ കാലത്ത് 5 തവണ സുശീൽ മോഡിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. മിസ നിയമത്തിന്റെ ഭരണഘടനാ സ്വാധീനത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച ചരിത്രവും മോഡിക്കുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് മറ്റുള്ളവരെ പോലെ സുശീൽ മോഡിയും തുടർച്ചയായി 19 മാസക്കാലം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞപാടെ AVPയുടെ ബീഹാർ സ്റ്റേറ്റ് സെക്രട്ടറി ആകുന്ന സുശീൽ മോഡി പിന്നീട് BJPയിൽ സജീവമാവുകയും നിതീഷ് കുമാർ ക്യാബിനറ്റിൽ ഉപമുഖ്യമന്ത്രിയാവുകയും ധനകാര്യം പോലെ സുപ്രധാനമായിട്ടുള്ള പല വകുപ്പുകളും കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. 80 തിരഞ്ഞെടുപ്പിൽ വീണ്ടും മുഖ്യമന്ത്രിയായ കോൺഗ്രസിലെ ജഗന്നാഥ മിശ്രയുടെ ഭരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒന്നായിരുന്നു. ഇതിനിടയ്ക്ക് CM ജഗന്നാഥ മിശ്ര ഒരു പ്രസ്താവനയുടെ പേരിൽ ഇന്ത്യയുടെ ഗുഡ് ബുക്സിൽ നിന്ന് പുറത്താകുന്നു. ബീഹാറിലെ ധാതു സമ്പത്തിനെ കേന്ദ്രം കൊള്ളയടിക്കുകയാണ് എന്നതായിരുന്നു മിശ്രയുടെ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ പേരിൽ ഇന്ത്യയുടെ കരിമ്പട്ടികയിൽ പെട്ടതോടെ മിശ്രയുടെ കസേര തെറിക്കുന്നു. പകരം ചന്ദ്രശേഖർ സിംഗ് എന്ന മറ്റൊരു ഇന്ദിര വിശ്വസ്തൻ CM ആകുന്നു. അതിനിടെ 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു. 85 തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുകയും ചെയ്യുന്നു. ബീഹാറിലും കോൺഗ്രസ് തന്നെ വീണ്ടും അക്കൊല്ലം അധികാരത്തിൽ വരുന്നു. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള നിയോഗം അക്കുറി ബിന്ദേശ്വരി ദുബേക്കായിരുന്നു. എന്നാലും ദില്ലിയിൽ നിന്നുള്ള റിമോട്ട് കൺട്രോൾ ഭരണം അപ്പോഴും തുടർന്നുപോയി.
ഇടയ്ക്ക് കേന്ദ്ര നേതൃത്വവുമായിട്ട് ദുബെ തെറ്റിയപ്പോൾ ദുബെ താഴെ ഇറക്കി പകരം ഭഗവത് ഷാ ആസാദിനെ മുഖ്യമന്ത്രിയാക്കി. കഷ്ടിച്ച് 1 വർഷം തികഞ്ഞപ്പോഴേക്കും ആ മന്ത്രിസഭയും താഴെ പോയി. പകരം സത്യേന്ദ്ര നാരായൺ സിൻഹ മുഖ്യമന്ത്രിയാവുന്നു. ഈ സിൻഹ മുഖ്യമന്ത്രി ആയിരിക്കെയാണ് ബീഹാറിൽ 1989 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഭാഗൽപൂർ കലാപങ്ങൾ നടക്കുന്നത്. രാജ്യത്ത് റാം മന്ദിർ മൂവ്മെന്റ് കടുക്കാൻ തുടങ്ങിയ സമയമാണ്. പല ഭാഗങ്ങളിൽ നിന്ന് ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഇഷ്ടികകൾ അയോധ്യയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്നു. ഭാഗൽപൂരിൽ കലാപം ഉണ്ടാവുന്നതിന് 2 മാസം മുമ്പ് ഓഗസ്റ്റ് മാസത്തിൽ പ്രദേശത്തെ ഒരു ലോക്കൽ ഡയറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഘോഷയാത്ര നടന്നപ്പോൾ ചെറിയൊരു സാമുദായിക സംഘർഷം ഉണ്ടാവുന്നു. അന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പോലീസ് അതിനെ നിയന്ത്രിക്കുന്നത്. എന്നാൽ ഒക്ടോബറിൽ അവിടെ വീണ്ടും ഒരു ജാഥ നടന്നു. ഇത്തവണ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്കുള്ള ഇഷ്ടികകളും വഹിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് ബന്ദോബസ്ത് കർശനമാക്കിയിരുന്നു. ഈ മാർച്ച് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തത്തർപൂരിലൂടെ കടന്നു പോകുന്നതിനിടയ്ക്ക് ഘോഷയാത്രയിൽ നിന്ന് വളരെ പ്രകോപനപരമായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേൾക്കുന്നു. ഒരു പെട്രോൾ ബോംബും പാഞ്ഞു വന്ന് പൊട്ടിത്തെറിക്കുന്നു. ഈ 2 സംഭവങ്ങളിലും ആരും മരിക്കുന്നില്ല എങ്കിലും ആ തീപ്പൊരി ധാരാളമായിരുന്നു. ഭാഗൽപൂർ നഗരം നിമിഷ നേരം കൊണ്ട് വലിയൊരു സാമുദായിക കലാപത്തിലേക്ക് വഴുതി വീഴുന്നു. 100 കണക്കിന് പേർക്ക് അന്ന് ജീവൻ നഷ്ടമാവുന്നു. ആയിരക്കണക്കിന് വീടുകൾ തീവച്ച് നശിപ്പിക്കപ്പെടുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാക്കാൻ വേണ്ടി ആർമിക്കും BSFനും അന്ന് റൂട്ട് മാർച്ച് വരെ നടത്തേണ്ടി വരുന്നു. എന്തായാലും ഈ ഒരു കലാപത്തോടെ കോൺഗ്രസ് പാർട്ടിയിലുള്ള വിശ്വാസം അന്ന് ബീഹാറിലെ മുസ്ലിം ജനതയ്ക്ക് പാടെ നഷ്ടമാകുന്നു. ഈ സംഭവം നടക്കുമ്പോൾ കോൺഗ്രസ് ആയിരുന്നു ബീഹാറിൽ ഭരണത്തിൽ. അന്നത്തെ മുഖ്യമന്ത്രി സത്യേന്ദ്ര നാരായൺ സിൻഹയ്ക്ക് കലാപത്തെ തുടർന്ന് ഭരണത്തിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങി പോകേണ്ടി വരുന്നു. അതുവരെ കോൺഗ്രസിനെ മാത്രം പിന്തുണച്ചിരുന്ന ബീഹാറിലെ മുസ്ലിം വോട്ട് ബാങ്ക് ഈ ഒരൊറ്റ ലഹളയോടെ പാർട്ടിയെ കൈയൊഴിയുന്നു. ബോഫോഴ്സ് കുംഭകോണം അടക്കം ആന്റി കോൺഗ്രസ് വികാരം ആളിക്കത്തിയ ഇതേ കാലത്താണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ ഐക്യം ലക്ഷ്യമിട്ട് 1988 VP സിംഗിന്റെ നേതൃത്വത്തിൽ ജനതാദൾ രൂപം കൊള്ളുന്നത്. ഒരു സോഷ്യലിസ്റ്റ് പരീക്ഷണമായിട്ട് ഉദയം കൊള്ളുന്ന ഈ പാർട്ടി കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ടോടുകൂടി, പ്രത്യേകിച്ച് BJP, CPI, CPM എന്നീ പാർട്ടികളുടെ പുറമേ നിന്നുള്ള പിന്തുണയോടുകൂടി രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് താഴെയിറക്കി തങ്ങളുടെ ശക്തി തെളിയിച്ചുവെങ്കിലും വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ പിൽക്കാലത്ത് ഈ മുന്നേറ്റത്തെ ഛിന്നഭിന്നമാക്കുകയായിരുന്നു. പിന്നീട് പല കാലങ്ങളിലായി ഈ രാഷ്ട്രീയധാര ജനതാദൾ സെക്കുലർ, ജനതാദൾ യുണൈറ്റഡ്, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, ലോക് ജനശക്തി പാർട്ടി, സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ, ബിജു ജനതാദൾ എന്നിങ്ങനെ 4 ആൾ അറിയുന്നതും അല്ലാത്തതുമായിട്ടുള്ള പല രാഷ്ട്രീയ പാർട്ടികളായിട്ട് വഴിതിരിയുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാം. ജനതാദളിന്റെ രാഷ്ട്രീയ ഉദയകാലത്തിലേക്ക് തിരിച്ചു വന്നാൽ 1990 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ബീഹാറിൽ നടക്കുന്നു. കോൺഗ്രസ് വിരുദ്ധ വികാരം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ജനതാദളിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഒരുങ്ങുന്നു. അന്നത്തെ ജനതാദളിന്റെ 2 പ്രധാന നേതാക്കളായിരുന്നു VP സിംഗും ചന്ദ്രശേഖറും. അധികാരം കിട്ടിയപ്പോൾ VP സിംഗ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് റാം സുന്ദർ ദാസിന്റെ പേര് നിർദ്ദേശിക്കുന്നു. എന്നാൽ ചന്ദ്രശേഖർ പിന്തുണയ്ക്കുന്നത് രഘുനാഥ് ഝായെ ആയിരുന്നു. ഇവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഒരു കീറാമുട്ടിയായപ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ പേര് അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത് മുതിർന്ന നേതാവായിരുന്ന ദേവിലാലാണ്. അന്ന് പാർട്ടിക്കുള്ളിൽ ഒരു ഹിതപരിശോധന നടത്തി ജനതാദൾ ലാലുവിനെ മുഖ്യമന്ത്രിയാക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ഏത് രാഷ്ട്രീയ ഫോർമുലയുടെ പേരിലായാലും ബ്രാഹ്മണനായ ഒരു മുഖ്യനെ നീക്കി ഒരു പാൽക്കാരന്റെ മകൻ അന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറിയിരുന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു. കോൺഗ്രസ് അന്നോളം ബീഹാറിൽ പ്രവർത്തിച്ചത് അപ്പർ കാസ്റ്റ് ഭൂമിഹാർ ജന്മിമാരുടെ ഹിതം നോക്കി മാത്രമാണ്. ബീഹാറിലെ പാവപ്പെട്ടവർക്ക്, അധസ്ഥിതർക്ക് ആദ്യമായി ഒരു ശബ്ദം കിട്ടുന്നത് ലാലു പ്രസാദ് യാദവിലൂടെയാണ്. അധികാരത്തിലേറിയ പാടെ ലാലു ഉയർത്തിയ ഭൂറാബാൽ സാഫ് കറോ എന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യത്തെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ദ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഓഫ് ഇന്ത്യ എന്നതിൻ്റെ ലേഖനത്തിൽ ദിനേശ് കുമാർ സിംഗ് പരാമർശിക്കുന്നുണ്ട്. ഭൂറാബാൽ എന്ന് വെച്ചാൽ ഭൂമിഹാർ, രാജ്പുത്, ബ്രാഹ്മൺ, ലാല. ബീഹാറിലെ അപ്പർ കാസ്റ്റ് മേധാവിത്വത്തെ തച്ചു തരിപ്പണമാക്കുമെന്ന നേർക്കുനേർ വെല്ലുവിളിയായിരുന്നു ലാലുവിൻ്റെ ആ മുദ്രാവാക്യം. മുഖ്യമന്ത്രിയായി അധികം താമസിയാതെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ നടപടിക്ക് ചുക്കാൻ പിടിക്കാനുള്ള നിയോഗവും ലാലുവിനെ തേടിയെത്തുന്നു. 1990 സെപ്റ്റംബർ 12 ലാൽകൃഷ്ണ അദ്വാനി എന്ന BJP നേതാവ് താൻ റാം ജന്മഭൂമി മൂവ്മെന്റിന്റെ ഭാഗമായി അയോധ്യയിലേക്ക് ഒരു രഥയാത്ര നടത്താൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. സെപ്റ്റംബർ 25 ഗുജറാത്തിലെ സോംനാഥിൽ നിന്ന് തുടങ്ങി ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ ചുറ്റിക്കറങ്ങി ഒടുവിൽ ഈ ജാഥ അയോധ്യയിലേക്ക് എത്തും. അവിടെ വെച്ച് ലക്ഷങ്ങൾ വരുന്ന ആൾക്കൂട്ടം അയോധ്യയിൽ ബാബറി മസ്ജിദ് നിലവിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ട്രസ്റ്റിന് കൈമാറാൻ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തും എന്നായിരുന്നു അദ്വാനിയുടെ പ്രഖ്യാപനം. ഈ ഒരു രഥയാത്ര കലാപമുണ്ടാക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് എന്ന് ലാലുവിന് അതേപ്പറ്റി ആദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഈ ഒരൊറ്റ യാത്ര ബീഹാറിന്റെ മണ്ണിലൂടെ കടന്നു പോവുകയാണെങ്കിൽ
സംസ്ഥാനം തിരികെ 1989 അതേ കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് വഴുതി വീഴും എന്ന് മനസ്സിലാക്കുന്ന ലാലു ആദ്യം സാസാറാമിൽ വെച്ച് അദ്വാനിയെ വട്ടം പിടിക്കാൻ ശ്രമിക്കുന്നു. അദ്വാനി വഴുതി മാറുന്നു. ധൻബാദിൽ വെച്ച് രണ്ടാം ശ്രമമുണ്ടായി. അവിടെയും അദ്വാനി രക്ഷപ്പെടുന്നു. ഒടുവിൽ ഒക്ടോബർ 23 സമസ്തിപൂരിനടുത്ത് വെച്ച് രഥയാത്ര തടഞ്ഞ് ലാലു അഡ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നു. ഈ അറസ്റ്റ് ലാലു പ്രസാദിനെ ഒരു സെക്യുലർ നേതാവ് എന്ന നിലയിൽ പ്രസിദ്ധനാക്കുന്നു. ഈ ജനപ്രീതിയുടെ ബലത്തിൽ ലാലു പ്രസാദ് യാദവ് 95 വീണ്ടും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു. ലാലു പ്രസാദ് യാദവ് എന്ന നേതാവ് അന്നോളമുള്ള തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അപ്പർ കാസ്റ്റ് ജന്മിമാരിൽ നിന്ന് ജാതി വിവേചനം നേരിട്ടുകൊണ്ടിരുന്ന പാവപ്പെട്ട പിന്നാക്ക ജാതിക്കാർക്ക് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ആർജവം നിറഞ്ഞ നിലപാടുകളുടെ എല്ലാം മേൽ കരിനിഴൽ വീഴ്ത്തിയത് അധികാരത്തിലേറിയ ശേഷം നേരിട്ടും അല്ലാതെയും അറിഞ്ഞും അറിയാതെയും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള അഴിമതികളാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും വിവാദാസ്പദമായത് കാലിത്തീറ്റ കുംഭകോണമാണ്. ഏതാണ്ട് 1000 കോടിയോളമാണ് ഒരൊറ്റ അഴിമതിയിലൂടെ വെട്ടിക്കപ്പെട്ട സർക്കാർ ഫണ്ട്. 1994 ലാലുവിന്റെ ഭരണം അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയപ്പോൾ ലാലുവിനെതിരെ ആദ്യത്തെ കലാപം ഉയർത്തിയത് അന്നോളം ഉറ്റ ചങ്ങാതിയായിരുന്ന നിതീഷ് കുമാർ തന്നെയാണ്. ഇതിന്റെ പേരിൽ അദ്ദേഹം ജനതാദൾ വിട്ട് ജോർജ് ഫെർണാണ്ടസുമായി ചേർന്ന് സമതാ പാർട്ടി രൂപീകരിക്കുന്നു. പണ്ടത്തെ ആത്മമിത്രങ്ങൾ പിന്നീട് അങ്ങോട്ട് ബദ്ധവൈരികളായിട്ട് മാറുന്നു. ആരോപണത്തിന്റെ കരിനിഴലിൽ നിൽക്കുമ്പോൾ തന്നെ 1995 ഏപ്രിൽ 4 ലാലു വീണ്ടും ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ദളിതർ, പിന്നോക്ക വിഭാഗങ്ങൾ, മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ വോട്ട് ബാങ്കിലൂടെ 97 വരെയും മുഖ്യമന്ത്രിയായി തുടർന്നു പോകാൻ ലാലുവിന് സാധിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും കാലിത്തീറ്റ കുംഭകോണം പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുത്തിരുന്നു. കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട്, CBI അന്വേഷിക്കണം എന്നായി അവർ. പ്രതിപക്ഷം പട്ന ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ വിധി പറയുന്ന ഹൈക്കോടതി 96 മാർച്ചിൽ അന്വേഷണം CBIക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഉത്തരവിടുന്നു. ഇതിനെതിരെ ബീഹാർ സർക്കാർ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. 1996 മാർച്ച് 19 സുപ്രീം കോടതി കൂടി ഹൈക്കോടതി വിധി ശരിവെച്ചതോടെ CBI അന്വേഷണം തുടങ്ങുന്നു. താമസിയാതെ ഈ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട 6 കേസുകളിൽ ലാലു പ്രതിയാകുന്നു. ഈ ആക്ഷേപങ്ങൾ കടുത്തതോടെ 1997 ലാലു ജനതാദൾ വിട്ട് സ്വന്തം പാർട്ടിയായ രാഷ്ട്രീയ ജനതാദൾ അഥവാ RJD രൂപീകരിച്ച് ഭരണത്തിൽ തുടരുന്നു. 97 ജൂലൈ അവസാനത്തോടെ കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലുവിനെ CBI അറസ്റ്റ് ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ ലാലു മുഖ്യമന്ത്രി പദം രാജിവെച്ച് ഭാര്യ രാബഡി ദേവിയെ മുഖ്യമന്ത്രിയാക്കുന്നു. നേരിട്ടും ഭാര്യയെ പ്രോക്സിയാക്കി നിർത്തിയും ലാലു പ്രസാദ് യാദവ് ബീഹാർ ഭരിച്ച 15 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ കളിയാക്കി വിളിക്കുന്ന പേര് ജംഗൽ രാജ് എന്നാണ്. ഇക്കാലത്ത് ബീഹാറിന്റെ തലസ്ഥാനമായ പട്ന ഇന്ത്യയുടെ ക്രൈം ക്യാപിറ്റലായി മാറി. അന്ന് ബീഹാറിലെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് മാർജിനുള്ള ബിസിനസ് എക്സ്റ്റോർഷൻ ആൻഡ് കിഡ്നാപ്പിംഗ് ആയിരുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ വേണ്ടത്ര മരുന്നുകളില്ലായിരുന്നു. സ്കൂളുകളിലെയും കോളേജുകളിലെയും അധ്യാപകർക്ക് കൊടുക്കാൻ ഗവൺമെന്റിന്റെ ഖജനാവിൽ മിക്കപ്പോഴും പണമില്ലാത്ത അവസ്ഥ. ശമ്പളം കിട്ടാത്തതിന്റെ പ്രതിഷേധമായി അധ്യാപകർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാത്ത, പരീക്ഷകൾ പോലും നേരത്തിനും കാലത്തിനും നടത്താത്ത ഒരു സാഹചര്യം. രൺവീർ സേന പോലെയുള്ള സായുധ മിലീഷ്യകൾ ഒരു വശത്തും നക്സലൈറ്റുകൾ മറുവശത്തുമായി പരസ്പരം കൊല്ലും കൊലയുമായി ബീഹാറിന്റെ മണ്ണിൽ ചോരക്കളി നടന്ന കാലം. ലാലു പ്രസാദ് യാദവിന്റെ കാലത്തും അതിനു മുമ്പുമൊക്കെയായി അഴിമതികളും രാഷ്ട്രീയത്തിൽ ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടവും ഭരണത്തിലെ കെടുകാര്യസ്ഥതയും മാത്രം ശീലിച്ചു പോന്ന ബീഹാറിനെ ക്ലീൻ ഗവർണൻസ് പരിചയപ്പെടുത്തുന്നത് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നവർക്ക് അദ്ദേഹം ബീഹാർ രാഷ്ട്രീയത്തിൽ എഫിഷ്യൻസിയുടെ, വികസനത്തിന്റെ, ഗുഡ് ഗവേണൻസിന്റെ പ്രതീകമായ സുശാസൻ ബാബുവാണ്. നിതീഷിനോളം പോസ്റ്റ് ആൻഡ് പ്രീ ഇലക്ഷൻ അലയൻസുകളെ പുനർനിർവചിച്ചിട്ടുള്ള മറ്റൊരു ജനനേതാവും ഇന്ത്യയിൽ തന്നെ കാണില്ല. ആദ്യമായിട്ട് നിതീഷ് മുഖ്യമന്ത്രിയാകുന്നത് 2000 BJPയുടെ പിന്തുണയോടെയാണ്. അന്ന് പക്ഷേ 7 ദിവസത്തെ ആയുസ് മാത്രമേ ആ മന്ത്രിസഭയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം. 2005 നിതീഷ് വീണ്ടും CM ആകുന്നതും BJPയുടെ പിന്തുണയോടെയാണ്. ആ മന്ത്രിസഭയ്ക്ക് 8 വർഷത്തോളം ആയുസ് ഉണ്ടായി. 2013 BJP നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഭിന്നതകൾ ചൂണ്ടിക്കാണിച്ച് നിതീഷ് കുമാർ അന്ന് മുഖ്യമന്ത്രി പദം രാജിവെച്ചു. 2015 ലാലുവിന്റെ RJDക്കും കോൺഗ്രസിനും ഒപ്പം ചേർന്ന് നിതീഷ് ബീഹാറിൽ മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കുന്നു. വീണ്ടും CM ആകുന്നു. 2 വർഷത്തിനുള്ളിൽ അന്നത്തെ ഡെപ്യൂട്ടി CM ആയിരുന്ന തേജസ്വി യാദവിനെതിരെ അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ നിതീഷ് മുഖ്യമന്ത്രി പദം രാജിവെക്കുന്നു. മന്ത്രിസഭയെ വലിച്ചു താഴെയിട്ട് അധികം വൈകാതെ തന്നെ NDA പാളയത്തിലെത്തുന്ന നിതീഷ് BJP പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് തിരിച്ചെത്തുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ സഖ്യം നിതീഷ് തുടർന്നു പോകുന്നു. പിന്നീട് 2022 നിതീഷ് വീണ്ടും BJPയുമായി തെറ്റുന്നു. തന്റെ പാർട്ടിയെ ഉള്ളിൽ നിന്ന് തകർക്കാൻ BJP ശ്രമിക്കുന്നു എന്നതായിരുന്നു നിതീഷിന്റെ ആരോപണം. അങ്ങനെയൊരു ആരോപണം ഉന്നയിച്ച് വീണ്ടും മഹാഗഡ്ബന്ധൻ പാളയത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്ന നിതീഷിന് അവിടെയും മുഖ്യമന്ത്രി കസേര തന്നെ കിട്ടുന്നുണ്ട്. 8ാം തവണയും നിതീഷ് മുഖ്യമന്ത്രിയാവുന്നു. 2024 വീണ്ടും ഒരിക്കൽ കൂടി കളം മാറ്റി ചവിട്ടുന്ന നിതീഷ് കുമാർ NDA പാളയത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു.
9ാം തവണയും നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാവുന്നു. നിതീഷ് കുമാറിന്റെ ഭരണത്തിന്റെ ലെഗസി നിലനിൽക്കുന്നത് 3 പില്ലറുകൾക്ക് മേലെയാണ്: ഓർഡർ, വെൽഫെയർ ആൻഡ് കണ്ടിന്യൂറ്റി. ജംഗൽ രാജ് എന്ന് പരിഹാസത്തോടെ സകലരും വിളിച്ച ബീഹാറിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ താൻ മെച്ചപ്പെടുത്തി എന്നാണ് നിതീഷിന്റെ അവകാശവാദം. അതുതന്നെയാണ് ഇക്കുറിയും തെരഞ്ഞെടുപ്പിൽ NDA മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ക്യാമ്പയിൻ പോയിന്റ്. രണ്ടാമത്തെ കാര്യം ബീഹാറിലെ ജനങ്ങളുടെ ക്ഷേമമാണ്. തന്റെ ഭരണകാലത്ത് ബീഹാറിലെ ജനജീവിതം മെച്ചപ്പെട്ടുവെന്ന് നിതീഷ് അവകാശപ്പെടുന്നു. ഇതിൽ ബീഹാറിലെ ഗ്രാമങ്ങളിലെ വീടുകളിൽ കുടിവെള്ളം, വൈദ്യുതി കണക്ഷനുകൾ, പാവപ്പെട്ടവർക്ക് 125 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, 75 ലക്ഷത്തോളം അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് 10,000 രൂപ വരെ സാമ്പത്തിക സഹായം, 5 വർഷത്തിനുള്ളിൽ 1 കോടി ജോലികൾ നൽകാനുള്ള പദ്ധതി എന്നിവ ഉൾപ്പെടും. മൂന്നാമത്തെ മെയിൻ ക്യാമ്പയിൻ പോയിന്റ് ഭരണ തുടർച്ച ഉണ്ടായാൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾക്ക് കിട്ടാൻ പോകുന്ന മെച്ചമാണ്. അടുത്തിടെ ഇങ്ക് ഇൻസൈറ്റ് നടത്തിയ പ്രീപോൾ ഒപ്പീനിയൻ സർവേയിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ മുൻതൂക്കം നിതീഷ് കുമാറിന് തന്നെയാണ്. കേന്ദ്രവുമായിട്ട് കൈകോർത്തുകൊണ്ടുള്ള വികസന അജണ്ടയും നിതീഷിന് ഗുണമായിട്ട് മാറുന്നുണ്ട്. പ്രത്യക്ഷ നികുതി പിരിവിന്റെയും കേന്ദ്രത്തിൽ നിന്ന് തിരികെ കിട്ടുന്ന വിഹിതത്തിന്റെയും കണക്കുകൾ പരിശോധിച്ചാൽ നമ്മൾ അമ്പരന്നു പോവും. ഒരു ഹൈ റിസിപ്പിയന്റ് സ്റ്റേറ്റ് ആണ് എന്നും ബീഹാർ. 2023-24 വർഷത്തെ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ കേന്ദ്രത്തിലേക്ക് ബീഹാർ പിരിച്ചു കൊടുത്തിട്ടുള്ള പ്രത്യക്ഷ നികുതി 8,779 കോടി രൂപയാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് ബീഹാറിന് തിരികെ കിട്ടിയ പ്രത്യക്ഷ നികുതി വിഹിതമാകട്ടെ 1,13,546 കോടി രൂപ വരും. അതായത് അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഏകദേശം 13 ഇരട്ടി. ഇതേ കാലയളവിൽ കേരളം പിരിച്ചു കൊടുത്തതും തിരിച്ചു കിട്ടിയതുമായിട്ടുള്ള തുക കൂടി കേട്ടാലാണ് ഈ കണക്കിലെ കളികളുടെ യാഥാർത്ഥ്യം നമുക്ക് തിരിയുക. കേരളം കേന്ദ്രത്തിലേക്ക് പിരിച്ചു കൊടുത്ത 20,000 കോടിക്ക് മുകളിലുള്ള പ്രത്യക്ഷ നികുതിയിൽ നിന്ന് തിരിച്ചു കിട്ടിയ വിഹിതം കഷ്ടിച്ച് 18,000 കോടിയാണ്. അതായത് പിരിച്ചു കൊടുക്കുന്ന പൈസ പോലും കേരളത്തിന് തിരികെ കിട്ടുന്നില്ല എന്നർത്ഥം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും ജനതാദൾ യുണൈറ്റഡ് എന്ന നിതീഷിന്റെ പാർട്ടിക്ക് അത്ര നല്ല കാലമല്ല. 2010 തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കിട്ടിയത് 115 സീറ്റ്, വോട്ട് ഷെയർ 22%. 2015 അത് 71 കുറഞ്ഞു. 2020 അത് വീണ്ടും കുറഞ്ഞ് 43 വോട്ട് ഷെയർ വീണ്ടും 3% ഇടിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബീഹാറിൽ JDUവിന്റെ സഖ്യകക്ഷി ആയിരുന്നത് BJP ആണ്. 2010 BJPക്ക് ബീഹാറിൽ ഉണ്ടായിരുന്നത് ആകെ 91 സീറ്റാണ്. വോട്ട് ഷെയർ 16.5%. 2015 സീറ്റുകളുടെ എണ്ണം 53 കുറഞ്ഞുവെങ്കിലും വോട്ട് ഷെയറിൽ 9% വർധനവുണ്ടായി. 2020 തെരഞ്ഞെടുപ്പിൽ BJP നേടിയ സീറ്റുകളുടെ എണ്ണം 74, അതായത് JDUവിനേക്കാൾ 29 സീറ്റ് അധികം. ചുരുക്കത്തിൽ ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടിയുടെ ആയുസ് തന്നെ നിർണ്ണയിച്ചേക്കാവുന്ന ഒന്നായിട്ട് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാറാനിടയുണ്ട് എന്നർത്ഥം. ജംഗൽ രാജ് എന്ന പ്രയോഗം പോലും ഒരു അപ്പർ കാസ്റ്റ് നിർമ്മിതിയാണ് എന്നൊരു വാദം വേറെയുമുണ്ട്. 2020 ദ വയറിനു വേണ്ടി അർഫ ഖാനും ഷെർവാനി വൈ ഈസ് ദളിത് അസോസിയേഷൻ കോൾഡ് ജംഗൽ രാജ് ആൻഡ് അപ്പർ കാസ്റ്റ് റൂൾ മംഗൽ രാജ് എന്ന ശീർഷകത്തിൽ നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ദില്ലി സർവകലാശാലയിലെ പ്രൊഫസറായിട്ടുള്ള രത്തൻ ലാൽ, ജാമിയ മിലിയ സർവകലാശാലയിലെ പ്രൊഫസറായ റിസ്വാൻ കൈസർ, സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള സതീഷ് കെ സിംഗ് എന്നിവർ ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കുന്നുണ്ട്. രത്തൻലാൽ ചോദിക്കുന്നത് ലാലു അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് ബീഹാറിൽ ജംഗൽ രാജിനു പകരം മംഗൽ രാജ് ആയിരുന്നു എന്നാണ്. ലാലുവിന് അധികാരം കിട്ടുന്നതിന് മുമ്പ് ദളിതരും ബ്രാഹ്മണരും സ്ത്രീകളുമൊക്കെ തുല്യ അവകാശങ്ങളോടെ പുലർന്നിരുന്ന ഒരു ആദർശ ഭൂമി ആയിരുന്നോ ബീഹാർ എന്നും അദ്ദേഹം ചോദിക്കുന്നു. നറേറ്റീവ് ബിൽഡിംഗ് എന്നും സമൂഹത്തിലെ ഡോമിനന്റ് സെക്ഷന്റെ പ്രിവിലേജ് ആണ് എന്നും രത്തൻലാൽ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ രത്തൻലാലിന്റെ പോയിന്റിനെ ഖണ്ഡിച്ചുകൊണ്ട് സതീഷ് സിംഗ് അതേ ചർച്ചയിൽ തന്നെ അന്ന് ബീഹാറിൽ ക്രിമിനൽ നെക്സസുകളുടെ കൂത്താട്ടമായിരുന്നു എന്നത് മറന്നുകൂടാ എന്നും പറയുന്നുണ്ട്. പ്രൊഫസർ റിസ്വാൻ കൈസർ ഈ ചർച്ചയിൽ ഓർമ്മിപ്പിക്കുന്നത് ആത്മാഭിമാനം എന്നത് യാദവർ അടക്കമുള്ള ബാക്ക്വേർഡ് കാസ്റ്റുകൾക്ക് തികച്ചും അന്യമായിരുന്ന കാലത്ത് അവരോട് അതേപ്പറ്റി പറഞ്ഞ, അവരുടെ ഉള്ളിൽ അഭിമാനം ഊട്ടിയുറപ്പിച്ച നേതാവായിരുന്നു ലാലു പ്രസാദ് യാദവ് എന്നാണ്. തൻ്റെ ഭരണകാലത്ത് ബീഹാറിൽ ഒരൊറ്റ സാമുദായിക ലഹള പോലും നടക്കാൻ ലാലു പ്രസാദ് യാദവ് അനുവദിച്ചിട്ടില്ല എന്നും കൈസർ പറയുന്നു. ജംഗൽ രാജ് എന്ന പോപ്പുലർ നറേറ്റീവിന് എതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഈ വിഷയത്തിൽ ക്രിസ്റ്റഫ് ജാഫർ ലോട്ടിനെ പോലെയുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞരിൽ ചിലരും എടുത്തിട്ടുള്ളത്. ജാഫർ ലോട്ട് ലാലു യുഗത്തെ വിളിക്കുന്നത് പീരീഡ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ്. കീഴ്ജാതിയിൽപ്പെട്ട ബീഹാറിലെ സാധാരണക്കാർക്ക് ശബ്ദമുയർത്താനുള്ള അവസരം സിദ്ധിച്ചത് അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മേൽജാതിക്കാരെ അസ്വസ്ഥമാക്കിയത് അത്ഭുതമില്ല എന്നും ജാഫർ ലോട്ട് പറയുന്നു. രാകേഷ് ചന്ദ്ര ദ പ്രിന്റിന് വേണ്ടി NDA won in Bihar by remaining people of Jungle Raj, but data shows it's a myth എന്നൊരു ഒപ്പീനിയൻ പീസ് ഉണ്ട്. അതിലധികം NCRB ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ജംഗൽ രാജ് എന്ന നറേറ്റീവ് ഒരു മിത്താണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ കാലയളവിൽ ബീഹാറിലെ ക്രൈം റേറ്റ് മറ്റു പല ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലേക്കാൾ കുറവായിരുന്നുവെന്നും ലേഖകൻ എഴുതുന്നു. 2025 ബീഹാറിൽ തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങൾ അരങ്ങേറിയപ്പോൾ
തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന നിതീഷ് കുമാറിന്റെ ആരോഗ്യാവസ്ഥയെ കുത്തിക്കൊണ്ടാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത്. അൺകോൺഷ്യസ് ആയിട്ടുള്ള CM ഭരിക്കുമ്പോൾ ഇതല്ല, ഇതിലപ്പുറവും നടക്കുമെന്നായിരുന്നു അന്നത്തെ തേജസ്വിയുടെ ആക്ഷേപം. SCRB ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ 2015 മുതൽ 2024 വരെയുള്ള കാലത്ത് ബീഹാറിലെ ക്രൈമുകളിൽ ഉണ്ടായിട്ടുള്ള വർധനവ് 80.2% എന്ന് കാണാം. ഇത് നാഷണൽ ആവറേജ് ആയിട്ടുള്ള 32.5%-ത്തേക്കാൾ എത്രയോ അധികമാണ്. അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് 2015 മുതൽ ഓരോ വർഷവും കോവിഡ് വ്യാപനം ഉണ്ടായിട്ടുള്ള 2020 ഒഴികെ എല്ലാ വർഷവും കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള വർധന ഉണ്ടായിട്ടുണ്ട് ബീഹാറിൽ എന്നാണ്. 2023-ൽ 2862 കൊലപാതകങ്ങളാണ് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഉത്തർപ്രദേശിന് മാത്രം പിന്നിലാണ് ബീഹാർ. ഗവൺമെന്റ് ഡ്യൂട്ടിക്ക് നിയുക്തരാകുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിലും രാജ്യത്ത് 1-ാം സ്ഥാനത്താണ് ഇന്ന് ബീഹാർ. 2023-ൽ മാത്രം നടന്നിട്ടുള്ളത് 371 ആക്രമണങ്ങളാണ്. ഇന്ത്യയിലെ ബിമാരു സ്റ്റേറ്റ്സിൽ ഒന്നായിട്ടാണ് ബീഹാറിനെ കണക്കാക്കുന്നത്. അതായത് ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, UP. ബിമാരു എന്ന പദത്തിന് രോഗഗ്രസ്തമായ എന്നാണ് ഹിന്ദിയിൽ അർത്ഥം. ഈ കൂട്ടത്തിൽപ്പെട്ട ബാക്കി സംസ്ഥാനങ്ങളെല്ലാം തന്നെ തങ്ങളുടെ ഇൻഡെക്സ് പാരാമീറ്ററുകളിൽ കാര്യമായ പുരോഗതി രേഖപ്പെടുത്തിയപ്പോൾ ബീഹാർ മാത്രം അക്കാര്യത്തിൽ ഏറെ പിന്നിലാണ്. ബീഹാറിലെ പ്രതിശീർഷ വരുമാനം നാഷണൽ ആവറേജിന്റെ 1/3 മാത്രമാണ്. അതിൽ തന്നെ തലസ്ഥാന നഗരമായിട്ടുള്ള പട്നയുടെ 1/7 മാത്രമാണ് മറ്റു പല റിമോട്ട് ഡിസ്ട്രിക്റ്റുകളുടെയും പെർ ക്യാപിറ്റ ഇൻകം. ബീഹാറിന്റെ മണ്ണിൽ ബാഹുബലി കൾച്ചർ അഥവാ ക്രിമിനലുകൾ രാഷ്ട്രീയത്തിൽ സ്വൈര്യവിഹാരം നടത്തുന്ന രീതി എന്നും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കിഴക്കൻ പട്നയിലെ മൊക്കാമ സീറ്റിൽ നിന്ന് JDU സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ള സിറ്റിംഗ് MLA അനന്ത് സിംഗ്. ന്യൂസ് ലോണ്ടറിയിൽ ഈയിടെ ശ്രീനിവാസൻ ജെയിൻ അനന്ത് സിംഗുമായിട്ട് നടത്തിയ അഭിമുഖം കാണേണ്ട ഒന്ന് തന്നെയാണ്. ജെയിൻ അഭിമുഖത്തിന് മുമ്പ് ആമുഖമായിട്ട് പറഞ്ഞത് താൻ വന്നതോടെ ബീഹാറിൽ ജംഗൽ രാജിന് അന്ത്യമായി എന്ന് മോദി പറഞ്ഞുവെങ്കിലും അതിപ്പോഴും തുടരുന്നുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഇനി താൻ സംസാരിക്കാൻ പോകുന്ന വ്യക്തിയാണ് എന്നാണ്. 7 കൊലക്കേസുകൾ ഉൾപ്പെടെ 38 ക്രിമിനൽ കേസുകളിൽ വിചാരണ നേരിടുന്നയാളാണ് അനന്ത് സിംഗ്. 11 വധശ്രമങ്ങളും 4 കിഡ്നാപ്പിങ്ങുകളും ഇയാളുടെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2019-ൽ അനന്ത് സിംഗിന്റെ വീട്ടിൽ നിന്ന് AK-47 യന്ത്രത്തോക്കും തിരകളും കണ്ടെത്തിയതിന്റെ പേരിൽ ഇയാളുടെ പേരിൽ UAP അടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ടിട്ടുണ്ട്. 2020-ൽ ഇയാൾ അസംബ്ലി ഇലക്ഷനിൽ മത്സരിച്ചത് RJD ടിക്കറ്റിൽ ജയിലിൽ കിടന്നുകൊണ്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനന്ത് സിംഗ് കൊടുത്ത സത്യവാങ്മൂലം പ്രകാരം ഏതാണ്ട് 100 കോടിയോളമുണ്ട് ഇയാളുടെ ആസ്തി. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രത്യയശാസ്ത്രങ്ങളുടെ ആലഭാരം നിതീഷിനെ ഒട്ടും അലട്ടുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അനന്ത് സിംഗിന്റെ സ്ഥാനാർത്ഥിത്വം. കോൺഗ്രസും BJPയും നിതീഷ് കുമാറിന് ഒരുപോലെ സ്വീകാര്യരാണ്. അധികാരം കയ്യിലില്ലാതെ ബീഹാറിൽ തനിക്കോ തന്റെ പാർട്ടിക്കോ നിലനിൽപ്പില്ല എന്ന് നിതീഷ് കുമാറിന് നന്നായിട്ട് അറിയാം. പലതവണ പല പാളയങ്ങളിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ട ചരിത്രമുള്ള നിതീഷ് കുമാർ ഇത്തവണ ഒരിക്കൽ കൂടി NDA സഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ജനവിധി തേടുമ്പോൾ അങ്ങനെ ഒരു കൂട്ടുകക്ഷി ഭരണത്തിൻ്റെതായിട്ടുള്ള ഗതികേടുകൾ ഭാവിയിൽ നിതീഷിനെ അലട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ബീഹാറിന്റെ ഭാവി എന്താകും എന്നതാണ് രാഷ്ട്രീയ കുതുകികളെ ഒരുപോലെ അലട്ടുന്ന ചോദ്യം. BJPയും JDUവും അടങ്ങുന്ന NDA സഖ്യം മഹാഗഡ്ബന്ധനിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളി ചെറുതല്ല. ലാലുവിന്റെ പാരമ്പര്യത്തെ റീബ്രാൻഡ് ചെയ്തെടുത്ത മകൻ തേജസ്വി യാദവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൈകോർത്തുയർത്തിയ തൊഴിലില്ലായ്മ അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം. മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്തിലും ഇല്ലാത്തവണ്ണം ബീഹാറിൽ ജനസംഖ്യയുടെ 58%-ലധികം പേരും 25 വയസ്സിൽ താഴെ പ്രായമുള്ള യുവാക്കളാണ്. അവരെ ഉന്നം വെച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇങ്ങനൊരു അജണ്ട മഹാഗഡ്ബന്ധൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ NDAയ്ക്കും മഹാഗഡ്ബന്ധനും പുറമെ തേജസ്വിയുടെ മൂത്ത സഹോദരനും നിതീഷ് സർക്കാരിൽ മുൻ മന്ത്രിയുമായിരുന്ന തേജ് പ്രതാപ് യാദവും പുതുതായി രൂപീകരിച്ച പാർട്ടിയും സഖ്യവുമായി കളത്തിലുണ്ട്. യുവാക്കളെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ ഭരണപക്ഷത്തുള്ള കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാന്റെ റോളും നിസ്സാരമായിരുന്നില്ല. എന്തായാലും സാധ്യതകൾ രണ്ടാണ്. ജനങ്ങൾ മഹാഗഡ്ബന്ധന് പച്ചക്കൊടി കാണിച്ചാൽ ബീഹാറിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ അനിവാര്യമായ മാറ്റം വാതിൽ തള്ളി തുറന്നെത്തിയെന്ന് മനസ്സിലാക്കാം. പണ്ട് ലാലു മുന്നോട്ട് വെച്ച പിന്നാക്കക്കാരുടെ ആത്മാഭിമാനം എന്ന വിഷയം വീണ്ടും ഒരു ചർച്ചയാകാം. എന്നാൽ പതിറ്റാണ്ടുകൾ നീണ്ട നിതീഷ് സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കാനായി തൊടുത്തുവിട്ട മഹാവാഗ്ദാനങ്ങളുടെ ഭാരം അവർക്ക് എങ്ങനെ നിറവേറ്റാനാകും എന്നത് ബീഹാറിന്റെ ഭാവിയിൽ നിർണായകമാകും. ബീഹാറിലെ ജനങ്ങളുടെ മനസ്സിൽ നിതീഷ് കുമാർ എന്ന ഒരൊറ്റ വ്യക്തിയുടെ പ്രഭാവത്തിൽ മാത്രം നിൽക്കുന്ന പാർട്ടിയാണ് നിലവിൽ JDU. നിതീഷിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പാർട്ടിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. അനുദിനം ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിനാവട്ടെ ഈ തിരഞ്ഞെടുപ്പിനപ്പുറം അടുത്തൊരു അംഗത്തിനു കൂടി ബാല്യമുണ്ട് എന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം ജയിച്ചാൽ പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നത് വളരെ വ്യക്തമാണ്. BJP വീണ്ടും ശക്തി പ്രാപിക്കും.
എന്നാൽ അതോടൊപ്പം JDU എന്ന പാർട്ടി തന്നെ ചിലപ്പോൾ ഇതോടെ ബീഹാറിൽ അസ്തമിച്ചു പോകാൻ ഇടയുണ്ട്. ബംഗാളിനൊപ്പം സംഘപരിവാറിന് ഇന്നുവരെ പൂർണ്ണമായും കീഴ്പ്പെടാത്ത, അവർക്കിന്നുവരെ ഒരു മുഖ്യമന്ത്രിയെ കൊടുക്കാത്ത ചരിത്രമുള്ള ബീഹാർ എന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനം കൂടി അതോടെ BJPയുടെ കൈവെള്ളയിലാകും. അതൊരു പക്ഷേ അവർ വർഷങ്ങളെടുത്ത് ഓരോ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അജണ്ടയുടെ വിജയകരമായ ഒരു കൊടിയേറ്റമാകും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.